നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഒരു ഓർഡറിൽ പോവുകയാണ്. അപ്പർ ലിംബ്, ചെസ്റ്റ്, ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോകുന്നത്. സോ വി ഹാഡ് ഫിനിഷ്ഡ് വിത്ത് ഓസ്റ്റിയോളജി പാർട്ട് ഓഫ് അപ്പർ ലിംബ്. അപ്പർ ലിംബിന്റെ ഓസ്റ്റിയോളജി പാർട്ട് കഴിഞ്ഞിട്ട് വി ആർ കണ്ടിന്യൂയിങ് വിത്ത് പെക്ടറൽ റീജിയൻ ആൻഡ് ആക്സിൽ ആയിരിക്കും ഇന്നത്തെ ദിവസം എടുക്കാൻ പോകുന്നത്. സോ പെക്ടറൽ റീജിയനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സർട്ടൺ ലാൻഡ് മാർക്സിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പെക്ടറൽ റീജിയനിൽ വരുന്ന ഫസ്റ്റ് തിങ് ഈസ് ജുഗുലാർ നോച്ച്. ജുഗുലാർ നോച്ച് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതായിരിക്കും? ഇൻട്രാ ക്ലാവിക്കുലർ നോച്ച് ഓർ സുപ്രാ സ്റ്റേണൽ നോച്ച് എന്ന് പറയും. നമ്മുടെ രണ്ട് ക്ലാവിക്കലിന്റെ ഇടയിൽ കാണുന്ന ഒരു ചെറിയ നോച്ച് പോലത്തുള്ള ഏരിയ ഇല്ലേ, അതിനെയായിരിക്കും ജുഗുലാർ നോച്ച് അല്ലെങ്കിൽ ഇന്റർ ക്ലാവിക്കുലർ നോച്ച് ഓർ സുപ്രാ സ്റ്റേണൽ നോച്ച് എന്ന് പറയുന്നത്. ദെൻ ഈ സ്റ്റേണൽ ആംഗിൾ, സ്റ്റേണൽ ആംഗിൾ ഓൾസോ കോൾഡ് ആസ് ആംഗിൾ ഓഫ് ലൂയിസ് എന്ന് പറയും. അതെവിടെയായിരിക്കും? ഈ ജുഗുലാർ നോച്ചിന്ന് ഒരു 5 സെന്റിമീറ്റർ താഴേക്കായിരിക്കും. അതെന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ മാനുബ്രിയോ സ്റ്റേണൽ ജോയിന്റ് ആയിരിക്കും സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. ഫോർ വാട്ട് ദിസ് സ്റ്റേണൽ ആംഗിൾ, അല്ലെങ്കിൽ എന്തിനാ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇതിന്റെ ലാറ്ററലി ആയിരിക്കും സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് വന്ന് സ്റ്റേണോ ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇതൊരു എലിവേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കും. സോ ഇവിടെ നിന്നായിരിക്കും നമ്മൾ സെക്കൻഡ്, ദാറ്റ് എലിവേഷൻ ഈസ് കോൾഡ് സെക്കൻഡ് റിബ് ആയിരിക്കും. സോ ഇവിടുന്ന് ബാക്കിയുള്ള റിബ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് സ്റ്റേണൽ ആംഗിൾ വിൽ ഹെൽപ്പ് us. സോ സ്റ്റേണൽ ആംഗിൾ ഓർ ആംഗിൾ ഓഫ് ലൂയിസ് എന്ന് പറഞ്ഞാൽ ജുഗുലാർ നോച്ചിന്ന് ഒരു 5 സെന്റിമീറ്റർ താഴേക്കായിരിക്കും, മാനുബ്രിയോ സ്റ്റേണൽ ജോയിന്റ് ആയിരിക്കും. അതിന് ലാറ്ററലി ആയിരിക്കും സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് സ്റ്റേണോമായിട്ട് ജോയിൻ ചെയ്യണത്. ദസ് ഇറ്റ് സെർവ് ആസ് എ ലാൻഡ്മാർക്ക് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സെക്കൻഡ് റിബ്. സെക്കൻഡ് റിബിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? ദിസ് സ്റ്റേണൽ ആംഗിൾ വിൽ ഹെൽപ്പ് us. ദെൻ അടുത്തത് എപ്പിഗാസ്ട്രിക് ഫോസ. എപ്പിഗാസ്ട്രിക് ഫോസ അത് നമ്മുടെ ഇൻഫ്രാസ്റ്റേണൽ ആംഗിളിൽ അവിടെയുള്ള ഡിപ്രഷൻ ആയിരിക്കും എപ്പിഗാസ്ട്രിക് ഫോസ എന്ന് പറയുന്നത്, പിറ്റ് ഓഫ് ദ സ്റ്റൊമക്. ദെൻ ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ. സോ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് മനസ്സിലാവും, ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ. സോ ക്ലാവിക്കലിന് താഴെയുള്ള ഒരു ഫോസ ആയിരിക്കും ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ. ദറ്റ് ഇസ് എ ട്രയാങ്കുലർ ഡിപ്രഷൻ ബിലോ ദ ജംഗ്ഷൻ ഓഫ് ലാറ്ററൽ ആൻഡ് മിഡിൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കൽ. നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞായിരുന്നു ക്ലാവിക്കലിന്റെ ഷാഫ്റ്റിന് രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലാറ്ററൽ 1/3 ആൻഡ് മീഡിയൽ 2/3. സോ ലാറ്ററൽ 1/3ന്റെയും മീഡിയൽ 2/3 ഓഫ് ക്ലാവിക്കലിന്റെയും ജംഗ്ഷന്റെ താഴെയുള്ള ട്രയാങ്കുലർ ഡിപ്രസ്ഡ് ഏരിയനെ ആയിരിക്കും ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെൽറ്റോ പെക്ടറൽ ട്രയാങ്കിൾ. ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെൽറ്റോ പെക്ടറൽ ട്രയാങ്കിൾ. സോ ഡെൽറ്റോ പെക്ടറൽ ട്രയാങ്കിൾ, ആ നെയിമിന് നമുക്ക് അവിടെയുള്ള സ്ട്രക്ചേഴ്സിനെ പറയാൻ പറ്റും അല്ലെ. സോ മീഡിയലി പെക്ടറാലിസ് മേജർ മസിൽ ആൻഡ് ലാറ്ററലി വന്നിട്ട് ഡെൽറ്റോഡിന്റെ ആന്റീരിയർ ഫൈബേഴ്സ് ഓഫ് ഡെൽറ്റോഡ് മസിൽ ആയിരിക്കും. ആൻഡ് സുപ്പീരിയർലി വാട്ട് ഇറ്റ് ഈസ് ക്ലാവിക്കൽ. സോ അതിന്റെ ട്രയാങ്കിൾ ഷേപ്പിനകത്ത് മീഡിയലി വന്നിട്ട് മീഡിയലി വന്നിട്ട് ഡെൽറ്റോ പെക്ടറൽ ട്രയാങ്കിൾ. സോ മീഡിയലി പെക്ടറാലിസ് മേജർ ആൻഡ് ലാറ്ററൽ വാൾ വന്നിട്ട് എന്തായിരിക്കും? ഡെൽറ്റോഡ് മസിലിന്റെ ആന്റീരിയർ ഫൈബേഴ്സ് ആയിരിക്കും. ആൻഡ് സുപ്പീരിയർലി എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ക്ലാവിക്കൽ. സോ ഇത്രയായിരിക്കും നമ്മൾ പെക്ടറൽ റീജിയനിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ലാൻഡ് മാർക്സ്. ഫസ്റ്റ് വൺ ഈസ് ജുഗുലാർ നോച്ച്. ജുഗുലാർ നോച്ച് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ക്ലാവിക്കലിന്റെ ഇടയിൽ നമുക്ക് നെക്കിൽ കൈവച്ചാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു നോച്ച് പോലുള്ള ഏരിയ ആയിരിക്കും ജുഗുലാർ നോച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റർ ക്ലാവിക്കുലർ നോച്ച് ഓർ സ്റ്റേണത്തിന് മേലെ ഉണ്ടായോണ്ട് സുപ്രാ സ്റ്റേണൽ നോച്ച് എന്ന് പറയും. സെക്കൻഡ് ഈസ് സ്റ്റേണൽ ആംഗിൾ ഓർ ആംഗിൾ ഓഫ് ലൂയിസ് എന്ന് പറയും. സ്റ്റേണൽ ആംഗിൾ ഓർ ആംഗിൾ ഓഫ് ലൂയിസ് എവിടെ കാണും? ഈ ജുഗുലാർ നോച്ചിന് 5 സെന്റിമീറ്റർ താഴേക്കായിരിക്കും, 5 സെന്റിമീറ്റർ ബിലോ ദ ജുഗുലാർ നോച്ച്. അവിടെ ആയിരിക്കും മാനുബ്രിയം സ്റ്റേണം മാനുബ്രിയം സ്റ്റേണൽ ജോയിന്റ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ലാറ്ററൽ ആയിരിക്കും സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് വന്ന് സ്റ്റേണോമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഹെൻസ് വി ക്യാൻ ഇതൊരു ലാൻഡ് മാർക്ക് ആയിട്ട് സേവ് ചെയ്യുന്നു ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിബ്സ്. റിബ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് റിബ് ആൻഡ് അവിടെ അതിനെ തുടർന്ന് ബാക്കിയുള്ള റിബ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേണൽ ആംഗിളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഈസ് എപ്പിഗാസ്ട്രിക് ഫോസ. ഇൻഫ്രാസ്റ്റേണൽ ആംഗിൾ, നമ്മുടെ രണ്ട് സ്റ്റേണം കഴിയുന്ന ഇൻഫ്രാസ്റ്റേണൽ ആംഗിളുള്ള ഡിപ്രഷൻ ആയിരിക്കും എപ്പിഗാസ്ട്രിക് ഫോസ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ, ഓൾസോ കോൾഡ് ആസ് ഡെൽറ്റോ പെക്ടറൽ ട്രയാങ്കിൾ. നമ്മുടെ മീഡിയൽ 2/3 ആൻഡ് ലാറ്ററൽ 1/3ന്റെ ജംഗ്ഷൻ അവിടെ താഴെയുള്ള ട്രയാങ്കുലർ സ്പേസ്ഡ് ഏരിയനെ ആയിരിക്കും ഇൻഫ്രാ ക്ലാവിക്കുലർ ഫോസ ഓർ ഡെൽറ്റോ പെക്ടറൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ ഡെൽറ്റോ പെക്ടറൽ, മീഡിയൽ വാൾ ബൈ പെക്ടറാലിസ് മേജർ, ലാറ്ററൽ വാൾ ബൈ ഡെൽറ്റോഡ് മസിൽ ആൻഡ് സുപ്പീരിയർലി ബൈ ദ ക്ലാവിക്കിൾ ആയിരിക്കും അതിന്റെ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ. ബൗണ്ടഡ് ബൈ മീഡിയലി ബൈ പെക്ടറാലിസ് മേജർ, ലാറ്ററലി ബൈ ഡെൽറ്റോഡിന്റെ ആന്റീരിയർ മസിൽ ഫൈബേഴ്സ് ആൻഡ് സുപ്പീരിയർലി ബൈ ദ ക്ലാവിക്കിൾ ആയിരിക്കും. സോ ഇത്രയായിരിക്കും പെക്ടറൽ റീജിയനിലുള്ള മെയിൻ ലാൻഡ് മാർക്സ്. ദെൻ ആക്സില്ല.
ആക്സില എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലയുടെ ലാൻഡ് അല്ലെങ്കിൽ ആക്സിലയുടെ ബോർഡേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ anteriorly and posteriorly, then medially and laterally പറയും. So anterior axillary fold formed by lower border of pectoralis major. Anteriorly നമുക്കറിയാം എന്ത് മസിലായിരിക്കും, നമുക്ക് anteriorly ഉണ്ടായിരിക്കുന്നത് pectoralis major മസിൽ ആയിരിക്കും. So anterior axillary fold by lower border of pectoralis major, posterior axillary fold tendon of latissimus dorsi winding around the teres major. So both the teres major and latissimus dorsi will come behind. Posterior axillary fold ഏതായിരിക്കും, latissimus dorsi teres major ആയിരിക്കും. So anteriorly pectoralis major, posteriorly teres major and latissimus dorsi. നമുക്ക് ഇത് ഓർക്കാനായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബൈസെപ്റ്റൽ ഗ്രൂവിലുള്ള 3 മസിൽസ്. ആ 3 മസിൽസ് ആയിരിക്കും ആന്റീരിയറിലും പോസ്റ്റീരിയർ ഫോൾഡ് ഓഫ് ആക്സിലർ ഉണ്ടാക്കുന്നത്. ആന്റീരിയർ ആക്സിലറി ഫോൾഡ് ബൈ anterior axillary fold by pectoralis major muscle, while posterior axillary fold by tendon of latissimus dorsi which winding around the teres major muscle ആയിരിക്കും. ഇനി മീഡിയൽ ആൻഡ് ലാറ്ററൽ, നമ്മുടെ ആക്സില ഓർത്താൽ മതി. സോ മീഡിയലി എന്തായിരിക്കും നമുക്കുള്ളത്, മീഡിയലി നമ്മുടെ റിബ്സ് ആണ് വരുന്നത് അല്ലെ. സോ അപ്പർ 4 റിബ്സ് കവേർഡ് ബൈ സെറാറ്റസ് ആന്റീരിയർ ആയിരിക്കും മീഡിയൽ വാൾ ഉണ്ടാക്കുന്നത്. വൈൽ ലാറ്ററൽ വാൾ എന്തായിരിക്കും, നമ്മുടെ ആക്സിലയുടെ ലാറ്ററൽ വാൾ നമ്മുടെ അപ്പർ ലിംബിന്റെ അപ്പർ പോർഷൻ വരും. സോ laterally by upper part of humerus covered by short head of biceps and coracobrachialis. Then ഇനി എപ്പെക്സും ബേസും. എപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ആക്സിലയുടെ തന്നെ ഏറ്റവും അങ്ങ് അറ്റത്തെ പോർഷൻ എന്തായിരിക്കും കവർ ചെയ്തിട്ട് വരുന്നത്, ഫസ്റ്റ് റിബ്, ക്ലാവിക്കൽ ആൻഡ് സ്കാപ്പുല വിൽ കം. സോ എപ്പെക്സ് ബൗണ്ടഡ് ബൈ ഫസ്റ്റ് റിബ്, ക്ലാവിക്കൽ ആൻഡ് സ്കാപ്പുല. ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കിൻ, സൂപ്പർഫിഷ്യൽ ആൻഡ് ആക്സിലറി ഫേഷ്യ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ആക്സിലയുടെ നമ്മള് അതിന്റെ ബൗണ്ടറീസ് പറയുകയാണെങ്കിൽ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ, ആദ്യം ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പറയുന്നു. നമ്മൾ ഇന്നലെ പഠിച്ച ആ ബൈസെപ്റ്റൽ ഗ്രൂവിലുള്ള 3 മസിൽസ് ഓർത്താൽ മതി. ആന്റീരിയർലി ഉണ്ടാകുന്നത് പെക്ടോറാലിസ് മേജർ ആണെങ്കിൽ, പോസ്റ്റീരിയർലി ടെറീസ് മേജർ ആൻഡ് ലാറ്റിസിമസ് ഡോർസി. ദെൻ മീഡിയൽ ആൻഡ് ലാറ്ററൽ നോക്കണം. മീഡിയലി നമുക്കറിയാം റിബ്സ് ആയിരിക്കും മീഡിയലി നമ്മുടെ ആക്സിലയിൽ ഉണ്ടായിരിക്കുന്നത്. സോ അപ്പർ 4 റിബ്സ് കവേർഡ് ബൈ സെറാറ്റസ് ആന്റീരിയർ. ലാറ്ററൽ വാൾ ആണെങ്കിൽ കൈ ആയിരിക്കും. സോ കൈയുടെ അപ്പർ പാർട്ട് ഓഫ് ഹ്യൂമറസ് കവേർഡ് ബൈ ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ് ആൻഡ് കൊറാക്കോബ്രേക്കിയാലിസ് ആയിരിക്കും ലാറ്ററൽ വാൾ ഉണ്ടാക്കുന്നത്. ഇനി എപ്പെക്സ് ആൻഡ് ബേസ്. എപ്പെക്സ് എന്ന് പറയുമ്പോൾ ബൗണ്ട് ബൈ എന്തൊക്കെയായിരിക്കും മേലെ ഉണ്ടായിരിക്കുന്നത്, ഫസ്റ്റ് റിബ്, ക്ലാവിക്കുലർ, സ്കാപ്പുല. ബേസിൽ സ്കിൻ, സൂപ്പർഫിഷ്യൽ ആൻഡ് ആക്സിലറി ഫേഷ്യ വെൽക്കം. ഇനി ആക്സിലറി വെയിൻ ത്രോംബോസിസ് എങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന വെച്ചാൽ പ്രൊലോങ്ഡ് അബ്ഡക്ഷൻ, കുറെ നേരം കൈ പൊക്കി നല്ല അബ്ഡക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരിലായിരിക്കും ആക്സിലറി വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതൽ. ലൈക്ക് പെയിന്റിങ്, ഒരു സീലിംഗ് ഒക്കെ പെയിന്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക് ചെയ്യുന്നവരിലായിരിക്കും ആക്സിലറി വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതൽ. ഇനി ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആക്സിലറി ലിംഫ് നോഡ് എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ ലിംഫ് നോഡ്സ് ആയിരിക്കും. ആക്സിലറി ലിംഫ് നോഡിന്റെ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ലിംഫ് നോഡ് ഈസ് എപ്പിക്കൽ ലിംഫ് നോഡ്. ആക്സിലയുടെ സെൻട്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്സിലറി ആർട്ടറിനെ ആയിരിക്കും. ദ സെൻട്രൽ സ്ട്രക്ചർ ഓഫ് ആക്സില ഇസ് said to be axillary artery. സോ ആക്സില എന്താണ്, ആക്സില എന്ന് വെച്ചാൽ ഒരു പിരമിഡൽ ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇറ്റ് കണ്ടെയ്ൻസ് cords and branches of brachial plexus that we are going to see next. So ഒരു പിരമിഡൽ ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും ആക്സില, which contain brachial plexus ന്റെ cords and branches കാണും, ആക്സിലറി ആർട്ടറി ആൻഡ് വെയിൻ കാണും, ലിംഫ് നോഡ്സ് ആൻഡ് ഫാറ്റ് കാണും. ഇതെല്ലാം ഉള്ള ഒരു പിരമിഡൽ ഷേപ്പ് സ്ട്രക്ചറിനെ ആയിരിക്കും ആക്സില എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ്, അതിന്റെ ബൗണ്ടറീസ് എല്ലാം നമ്മൾ പറഞ്ഞു. സോ അതിന്റെ സെൻട്രൽ സ്ട്രക്ചർ ഓഫ് ആക്സില എന്ന് പറയുന്നത് എപ്പോഴും ആക്സിലറി ആർട്ടറി ആയിരിക്കും. സോ ഇത്രയാണ് ആക്സിലയെ പറ്റിയിട്ട്. ദെൻ നെക്സ്റ്റ് ബ്രസ്റ്റ്. ബ്രസ്റ്റ് എന്തായിരിക്കും, ഒരു മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആയിരിക്കും ബ്രസ്റ്റ്. ബ്രസ്റ്റ് ഇസ് എ മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ്. എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ഡെവലപ്പ് ഫ്രം ദ എക്ടോഡെർമൽ തിക്കനിങ് കോൾഡ് മാമറി റിഡ്ജ്, മിൽക്ക് ലൈൻ ഓർ ലൈൻ ഓഫ് ഷ്യൂട്ട്സ് എന്ന് പറയും. സോ എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ ectodermal thickening called mammary ridge, also called as milk line or also called as line of Schurz എന്ന് പറയും. സോ ഈ ലൈൻ എവിടെ ആയിരിക്കും കാണുന്നത്, നമ്മുടെ 4th week of intrauterine ലൈഫിൽ ഇത് അപ്പിയർ ആകും. which this ridge extends from axilla to groin. ആക്സിലയിൽ നിന്ന് ഗ്രോയിൻ വരെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും ഈ
മാമറി റിഡ്ജ് അല്ലെങ്കിൽ മിൽക്ക് ലൈൻ എന്ന് പറയുന്നത് 4th വീക്ക് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലായിരിക്കും ഇത് അപ്പിയർ ആകുന്നത് ഫസ്റ്റ്. ആൻഡ് ക്വാഡ്രൻസ് ഓഫ് ബ്രസ്റ്റ് നോക്കുവാണെങ്കിൽ 4 ക്വാഡ്രൻസ് ആയിരിക്കും ഉള്ളത്. അപ്പർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ ആൻഡ് ലോവർ ലാറ്ററൽ. അങ്ങനെ 4 ക്വാഡ്രൻസ് ആയിരിക്കും ബ്രസ്റ്റിന് ഉണ്ടായിരിക്കുക. അപ്പർ മീഡിയൽ, മീഡിയൽ ലാറ്ററൽ, അപ്പർ ആൻഡ് ലോവർ. സോ അപ്പർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ ആൻഡ് ലോവർ ലാറ്ററൽ. ഇനി നമ്മുടെ അപ്പർ ലാറ്ററൽ ക്വാഡ്രന്റിന്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ നമ്മുടെ ആക്സിലയിലോട്ട് വരുന്നുണ്ടായിരിക്കും. അതിന് പറയുന്ന പേരാണ് ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന്. A small extension of the upper lateral quadrant called as axillary tail of Spence passes through an opening in the deep fascia and lies in the axilla. Deep fascia ഒരു ഓപ്പണിംഗ്, ആ ഓപ്പണിംഗിനെ പറയുന്നതാണ് foramen of Langer. ആ ഓപ്പണിംഗ് വഴി ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഓഫ് ദ അപ്പർ ലാറ്ററൽ ക്വാഡ്രന്റ് വന്നിട്ട് എങ്ങോട്ടേക്ക് വരും? ആക്സിലയിലോട്ട് വരും. അതിന് പറയുന്നതാണ് ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ്. ഓക്കെ, സോ ക്വാഡ്രൻസ് ഓഫ് ബ്രസ്റ്റ് നോക്കുവാണെങ്കിൽ എത്ര ക്വാഡ്രൻസ് ആയിരിക്കും? 4 ക്വാഡ്രൻസ് ഉണ്ടായിരിക്കും. അപ്പർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ, ലോവർ ലാറ്ററൽ. അപ്പർ ലാറ്ററലിന്റെ ഒരു സ്മോൾ എക്സ്റ്റൻഷൻ വയാ ഫൊറാമൻ ലാങ് എവിടെ വരും? ആക്സിലയിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരിക്കും. അതിന് പറയുന്നതായിരിക്കും ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ്. ഇനി സ്ട്രക്ചർ ഓഫ് ബ്രസ്റ്റ് നോക്കുവാണെങ്കിൽ മെയിൻലി 3 സ്ട്രക്ചേഴ്സ് ആയിരിക്കും ബ്രസ്റ്റിനുള്ളത്: സ്കിൻ, പാരൻകൈമ ആൻഡ് സ്ട്രോമ. ബ്രസ്റ്റിന്റെ സ്ട്രക്ചേഴ്സിന് 3ആയിട്ട് നമുക്ക് പറയാം: സ്കിൻ, പാരൻകൈമ ആൻഡ് സ്ട്രോമ. സോ ഫസ്റ്റ് സ്കിൻ. സ്കിന്നിന് പറയുമ്പോഴത്തേക്ക് ഒരു കോണിക്കൽ പ്രൊജക്ഷൻ കാണും കോൾഡ് ആസ് നിപ്പിൾ അറ്റ് ദ ലെവൽ ഓഫ് 4th ഇന്റർകോസ്റ്റൽ സ്പേസ്. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബ്രസ്റ്റിന്റെ എക്സ്റ്റൻഷൻസ് പറയുകയാണെങ്കിൽ വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി പറയുകയാണെങ്കിൽ വെർട്ടിക്കലി ബ്രസ്റ്റ് എവിടെ തൊട്ട് എവിടം വരെ കാണും? ബ്രസ്റ്റ് ഫ്രം 2nd to 6th റിബിലായിരിക്കും വെർട്ടിക്കലി കാണുന്നത്. 2nd to 6th റിബിലായിരിക്കും വെർട്ടിക്കലി നമ്മുടെ റിബിന്റെ എക്സ്റ്റൻഷൻ പറയുന്നെങ്കിൽ. ഹൊറിസോണ്ടലി ആണെങ്കിൽ ഫ്രം ദ ലാറ്ററൽ ബോർഡർ ഓഫ് സ്റ്റേർണം ടു മിഡ് ആക്സിലറി ലൈൻ. സോ എക്സ്റ്റൻഷൻ ഓഫ് ബ്രസ്റ്റ് പറയുകയാണെങ്കിൽ വെർട്ടിക്കലി ഫ്രം 2nd to 6th റിബ്, horizontally from the lateral border of sternum to mid axillary line. Mid axillary line വരയ്ക്കും horizontally ഉണ്ടായിരിക്കും from the lateral border of sternum. ഇതായിരിക്കും എക്സ്റ്റൻഷൻ ഓഫ് ബ്രസ്റ്റ്. നെക്സ്റ്റ് സ്ട്രക്ചേഴ്സിലായിട്ട് വന്നു. 3 സ്ട്രക്ചേഴ്സ് പറഞ്ഞു. സ്കിൻ ഉണ്ടായിരിക്കും, പാരൻകൈമ ഉണ്ടായിരിക്കും, സ്ട്രോമ ഉണ്ടാകും. സോ സ്കിന്നിനകത്ത് ഫസ്റ്റ് ഈസ് കോണിക്കൽ പ്രൊജക്ഷൻ. നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടായിരിക്കും നിപ്പിളും ഏരിയോളയും വിൽ കം ഇൻ ദ സ്കിൻ. സോ ഒരു കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. അതിനെ പറയുന്നതായിരിക്കും നിപ്പിളിന്. അത് എവിടെയായിരിക്കും കാണുന്നത്? 4th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നിപ്പിളിന്റെ ലൊക്കേഷൻ. ഇനി ഈ നിപ്പിളിനെ പിയേഴ്സ് ചെയ്തിട്ട് 15 to 20 ലാക്ടിഫറസ് ഡക്ട്സ് ഉണ്ടായിരിക്കും. ദ നിപ്പിൾ ഈസ് പിയേഴ്സ്ഡ് ബൈ 15 to 20 ലാക്ടിഫറസ് ഡക്ട്. ഇനി നിപ്പിളിന് സറൗണ്ടിങ് ഏരിയ, ദ സ്കിൻ സറൗണ്ടിങ് ദ നിപ്പിൾ ഈസ് കോൾഡ് ആസ് ഏരിയോള. ആ ഏരിയോളയിൽ എങ്ങനെയായിരിക്കും? ഏരിയോള വിച്ച് ഇസ് റിച്ച് ഇൻ സെബേഷ്യസ് ഗ്ലാൻഡ് ആയിരിക്കും. ആൻഡ് ആ സെബേഷ്യസ് ഗ്ലാൻഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ enlarged ആയിരിക്കും. and that is called as raised tubercle of Montgomery. So skin of the breastനകത്ത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. First is a conical projection called a nipple. അത് ഏത് ലെവലിലായിരിക്കും? 4th intercostal സ്പേസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. and the nipple is pierced by 50 to 20 lactiferous ducts ഉണ്ടായിരിക്കും. then നിപ്പിളിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള സ്കിൻ ഏരിയോള. അതിൽ വന്നിട്ട് which is rich in sebaceous gland ആയിരിക്കും. ആ സെബേഷ്യസ് ഗ്ലാൻഡ് അത് enlarged ആകും എപ്പോ? ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. അതിന് പറയുന്നതായിരിക്കും റേസ്ഡ് ട്യൂബർക്കിൾ ഓഫ് മോണ്ടോഗമറി. നെക്സ്റ്റ് ഈസ് പാരൻകൈമ. പാരൻകൈമ എന്ന് വെച്ചാൽ ആ ഗ്ലാൻഡുലാർ സ്ട്രക്ചർ, ബ്രസ്റ്റിന്റെ ഗ്ലാൻഡുലാർ സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്രേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ പറയുന്നതായിരിക്കും പാരൻകൈമ, വിച്ച് സെക്രീറ്റ്സ് ദ മിൽക്ക്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു 15 to 20 ലാക്ടിഫറസ് ഡക്ട് ഉണ്ടായിരിക്കുന്നു. സോ പാരൻകൈമയിൽ 15 to 20 ലോബ്സ് ഉണ്ടായിരിക്കും. ദ ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് 50 to 20 ലോബ്സ്. സോ അതായിരിക്കും പാരൻകൈമ. സെക്രട്ടറി പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാൻഡുലാർ പാർട്ട് ഓഫ് ദ ബ്രസ്റ്റ് ഈസ് പാരൻകൈമ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് സ്ട്രോമ. സ്ട്രോമ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ഗ്ലാൻഡ്. ഗ്ലാൻഡിന്റെ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആയിരിക്കും സ്ട്രോമ. ഇപ്പൊ 2 തരത്തിലുള്ള സ്ട്രോമ ആയിരിക്കും. പാർഷ്യലി ഫൈബ്രസ് ആൻഡ് പാർഷ്യലി ഫാറ്റി ആയിരിക്കും. സോ ഫൈബ്രസ് സ്ട്രോമ ഉണ്ടായിരിക്കും, ഫാറ്റി സ്ട്രോമ ഉണ്ടായിരിക്കും. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ഗ്ലാൻഡ്, പാർഷ്യലി ഫൈബ്രസ് ആൻഡ് പാർഷ്യലി ഫാറ്റി. സോ 2 types ഓഫ് സ്ട്രോമ ഉണ്ടായിരിക്കും. ഫൈബ്രസ് സ്ട്രോമ ഉണ്ടായിരിക്കും, ഫാറ്റി സ്ട്രോമ ഉണ്ടായിരിക്കും. ഫൈബ്രസ് സ്ട്രോമ
ഇറ്റ് ഫോംസ് ദ ഒരു സെപ്റ്റ ഫോം ചെയ്യും. അതിന് പറയുന്നതാണ് സസ്പെൻസറി ലിഗമെന്റ്സ് ഓഫ് കൂപ്പർ. അതായിരിക്കും നമ്മുടെ സ്കിന്നിനെയും ഈ ഗ്ലാൻഡിനെയൊക്കെ പെക്ടറൽ ഫേഷ്യയിലോട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്തുന്നത്. സോ രണ്ട് സ്ട്രോമയ്ക്ക്, സ്ട്രോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊരു സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ബ്രസ്റ്റ് ആയിരിക്കും. ഫൈബ്രസ് സ്റ്റോമ ഉണ്ടായിരിക്കും, ഫാറ്റി സ്റ്റോമ ഉണ്ടായിരിക്കും. ഫൈബ്രസ് സ്റ്റോമ അതൊരു സെപ്റ്റ ഫോം ചെയ്യും, കോൾഡ് ആസ് സസ്പെൻസറി ലിഗമെന്റ്സ് ഓഫ് കൂപ്പർ. ഇനി ആ സസ്പെൻസറി ലിഗമെന്റ് ഓഫ് കൂപ്പർ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ ബ്രസ്റ്റിന്റെ അതായത് സ്കിൻ ആൻഡ് ഗ്ലാൻഡ്സിനെ നമ്മുടെ പെക്ടറൽ ഫേഷ്യ ആയിട്ട് ആങ്കർ ചെയ്ത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് ആരായിരിക്കും, ഇത് സസ്പെൻസറി ലിഗമെന്റ്സ് ഓഫ് കൂപ്പർ ആയിരിക്കും. ദെൻ ഫാറ്റി സ്ട്രോമ അത് നമ്മുടെ ബ്രസ്റ്റിന്റെ ബൾക്ക് കൊടുക്കായിരിക്കും. ഇറ്റ് ഫോംസ് ദ മെയിൻ ബൾക്ക് ഓഫ് ദ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് ദ ഫാറ്റി സ്ട്രോമ. സോ സ്ട്രക്ചേഴ്സിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. സ്കിൻ ഉണ്ടായിരിക്കും, സ്കിൻ, പാരങ്കൈമ ആൻഡ് ദ സ്ട്രോമ. സ്കിന്നിൽ വന്നിട്ട് നിപ്പിൾ ആൻഡ് ഏരിയോല. നിപ്പിളിനകത്ത് 4th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നിപ്പിളിന്റെ പൊസിഷൻ. 15 to 20 lactiferous duct പിയേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. സറൗണ്ടഡ് ബൈ ദ ഏരിയോല. ഏരിയോളയിൽ വന്നിട്ട് വിച്ച് ഇസ് റിച്ച് ഇൻ സെബേഷ്യസ് ഗ്ലാൻഡ് ആയിരിക്കും, വിച്ച് ഗെറ്റ് എൻലാർജ്ഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷനിൽ ആ സെബേഷ്യസ് ഗ്ലാൻഡ് എൻലാർജ് ആക്കുന്നു, വിച്ച് റിസൾട്ട്സ് ഇൻ ദ റേസ്ഡ് ട്യൂബക്കിൾ ഓഫ് മോണ്ടോഗമറി എന്ന് പറയുന്നത്. ദെൻ പാരങ്കൈമ, ഇറ്റ് ഈസ് എ സെക്രീറ്റിംഗ് പാർട്ട് ഓർ ദ ഗ്ലാൻഡുലാർ പാർട്ട് ഓഫ് ദ ബ്രസ്റ്റ് ആയിരിക്കും. ദിസ് കൺസിസ്റ്റ് ഓഫ് 50 to 20 ലോബ്സ് ഉണ്ടായിരിക്കും. ദെൻ ദ സ്റ്റോമ, ഇറ്റ് ഈസ് ദ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ഗ്ലാൻഡ് ആയിരിക്കും. 2 പാർട്ട് ഉണ്ടായിരിക്കും, ഫൈബ്രസ് സ്റ്റോമ ആൻഡ് ഫാറ്റി സ്റ്റോമ. ഫൈബ്രസ് സ്റ്റോമ എന്ത് ചെയ്യും, ഒരു സെപ്റ്റ ഉണ്ടായിരിക്കും, കോൾഡ് ആസ് സസ്പെൻസറി ലിഗമെന്റ് ഓഫ് കൂപ്പർ, വിച്ച് ആങ്കേഴ്സ് ദ ഗ്ലാൻഡ് ആൻഡ് സ്കിൻ ടു ദ പെക്ടറൽ ഫേഷ്യ. പെക്ടറൽ ഫേഷ്യയിലോട്ട് ഈ ഗ്ലാൻഡിനെയും സ്കിന്നിനെയും ആങ്കർ ചെയ്ത് നിർത്തുന്ന ആരായിരിക്കും, സസ്പെൻസറി ലിഗമെന്റ്സ് ഓഫ് കൂപ്പർ ആയിരിക്കും. ആൻഡ് ഫാറ്റി സ്ട്രോമ എന്ത് ചെയ്യും, ഇറ്റ് ഫോംസ് ദ മെയിൻ ബൾക്ക് ഓഫ് ദ ഗ്ലാൻഡ്. ആ മെയിൻ ബൾക്ക് ഓഫ് ദ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത് ആരായിരിക്കും, ഫാറ്റി സ്ട്രോമ ആയിരിക്കും. ദെൻ ലിംഫാറ്റിക് ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ 75% ഡ്രെയിൻസ് ഇൻ ടു ദ ആക്സിലറി നോഡ് ആയിരിക്കും. നമ്മുടെ ബ്രസ്റ്റിന്റെ 75% ഡ്രെയിൻ ചെയ്ത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, ആക്സിലറി നോഡിലോട്ട്. 20% ടു ഇന്റേണൽ മാമറി നോഡ്സ് ആൻഡ് 5% ടു പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ നോഡ്സ്. സോ ബ്രസ്റ്റിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ 75% into axillary, 20% into internal mammary nodes and 5% into the posterior intercostal nodes ലോട്ടായിരിക്കും സ്പ്രെഡ് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉണ്ടായിരിക്കുക. ഇനി ലിംഫാറ്റിക് വെസൽസ് നോക്കുകയാണെങ്കിൽ 2 type of lymphatic vessels ഉണ്ടായിരിക്കും, superficial lymphatic vessels and deep lymphatic drain. Superficial lymphatic drain എന്ന് പറയുമ്പോഴത്തേക്ക് it drains the skin except നിപ്പിൾ ആൻഡ് ഏരിയോള. നമ്മൾ പറഞ്ഞില്ലേ സ്ട്രക്ചേഴ്സിനകത്ത് സ്കിൻ ഉണ്ടാവും, പാരങ്കൈമ ഉണ്ടാവും. ആ സ്കിന്നിനെ ഫുള്ള് ഡ്രെയിൻ ചെയ്യുന്ന ആരായിരിക്കും, സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിൻ ആയിരിക്കും, എക്സെപ്റ്റ് നിപ്പിൾ ആൻഡ് ഏരിയോള. നിപ്പിളും ഏരിയോളയും എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സൂപ്പർഫിഷ്യൽ സ്കിന്നിൽ നിന്നെല്ലാം ഡ്രെയിൻ ചെയ്യുന്നത് സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിൻ ആയിരിക്കും. ദ ഡീപ്പ് ലിംഫാറ്റിക് ഡ്രെയിൻ ആണെങ്കിൽ നിപ്പിൾ, ഏരിയോള ആൻഡ് ദ പാരങ്കൈം ഓഫ് ദ ബ്രസ്റ്റിനെ ഡ്രെയിൻ ചെയ്യുന്നത് ഡീപ്പ് ലിംഫാറ്റിക് ഡ്രെയിൻ ആയിരിക്കും. ആൻഡ് ഏരിയോളയ്ക്ക് ചുറ്റും ഒരു പ്ലെക്സസ് ഓഫ് ലിംഫ് വെസൽസ് ഉണ്ടായിരിക്കും, കോൾഡ് ആസ് സബ് ഏരിയോളർ പ്ലെക്സസ് ഓഫ് സാപ്പി എന്ന് പറയും. ഈ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിനിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, കാർസിനോമ ഓഫ് ബ്രസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുണ്ടാകുന്നതിന്റെ റീസൺ ഈ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിനകത്ത് ക്യാൻസർ സെൽസ് വന്ന് ഒബ്സ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിൽ നിന്നുള്ള ഡ്രെയിനേജ് നടക്കുന്നില്ല, കോസസ് എഡിമ ഓഫ് ദ സ്കിൻ, ഗിവിംഗ് റൈസ് ടു അപ്പിയറൻസ് ലൈക്ക് എ ദാറ്റ് ഓഫ് ആൻ ഓറഞ്ച്. അതുകൊണ്ടാണ് അതിനെ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതെവിടെയായിരിക്കും, സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിനകത്തായിരിക്കും. സോ ലിംഫാറ്റിക് ഡ്രെയിനേജ് പറയുകയാണെങ്കിൽ ബ്രസ്റ്റിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് 75% ഇൻ ടു ദ ആക്സിലറി നോഡ്സ് ആയിരിക്കും, 20% ഇന്റേണൽ മാമറി നോഡ്സും 5% പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ നോഡ്സിലോട്ടും ആയിരിക്കും ഉണ്ടാക്കുക. അതിന്റെ വെസൽസ് നോക്കുകയാണെങ്കിൽ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിൻ ആൻഡ് ഡീപ്പ് ലിംഫാറ്റിക് ഡ്രെയിൻ ഉണ്ടായിരിക്കും. സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിൻസ് ദ സ്കിൻ എക്സെപ്റ്റ് നിപ്പിൾ ആൻഡ് ഏരിയോള. നിപ്പിൾ ആൻഡ് ഏരിയോള ഒഴിച്ച് ബാക്കിയുള്ള സ്കിന്നിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്നതായിരിക്കും സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിൻ. ആ സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിനിൽ ക്യാൻസർ സെൽസ് വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഡ്രെയിനേജ് ഉണ്ടാകുന്നില്ല, വിച്ച് ലീഡ്സ് ടു ഇഡിമ ഓഫ് ദ സ്കിൻ ഓഫ് ബ്രസ്റ്റ്, വിച്ച് അപ്പിയേഴ്സ് ലൈക്ക് എ that of an orange, and hence it is called as purdy orange appearance. Then deep lymphatic drain, it drains the nipple, areola and parenchyma of the remaining part of the
ആരായിരിക്കും ഡ്രെയിൻ ചെയ്യണത്? ദ ഡീപ് ലിംഫാറ്റിക് ഡ്രെയിൻ ആയിരിക്കും. ഏരിയോളയ്ക്ക് ചുറ്റുമുള്ള ഒരു ലിംഫാറ്റിക് പ്ലെക്സസിനെ പറയുന്നതായിരിക്കും സബ് ഏരിയോളാർ പ്ലെക്സസ് ഓഫ് സാപ്പി. ഇനി സർട്ടൺ ടേംസ് റിലേറ്റഡ് ടു ദ ബ്രസ്റ്റ് ആയിരിക്കും. എമാസ്റ്റിയ, ആബ്സെൻസ് ഓഫ് ബ്രസ്റ്റ്. തീലിയ എന്ന് പറയുമ്പോഴത്തേക്ക് റിലേറ്റഡ് ടു ദ നിപ്പിൾ ആയിരിക്കും. സോ എത്തീലിയ ഈസ് ആബ്സെൻസ് ഓഫ് നിപ്പിൾ. പോളിമാസ്റ്റിയ, സൂപ്പർ ന്യൂമററി ബ്രസ്റ്റ്. പോളിത്തീലിയ അപ്പൊ എന്തായിരിക്കും? സൂപ്പർ ന്യൂമററി നിപ്പിൾ ആയിരിക്കും. Then gynecomastia, development of breast in male. So emastia, absence of breast. Ethelia, absence of nipple. Polymastia, multiple breast. Supernumerary breast ആയിരിക്കും polymastia. Same. Polythelia is supernumerary nipples ആയിരിക്കും. And gynecomastia is development of breast in male is gynecomastia. Then human milk. Human milkന്റെ composition നോക്കുകയാണെങ്കിൽ 88% of human milk is water, 7% lactose, 4% ഫാറ്റും 1% പ്രോട്ടീനും ആയിരിക്കും ഹ്യൂമൻ മിൽക്കിലുള്ളത്. ഹ്യൂമൻ മിൽക്കിന്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ 88% വാട്ടർ, 7% ലാക്ടോസ്, 4% ഫാറ്റ് ആൻഡ് 1% പ്രോട്ടീൻ ആയിരിക്കും ഹ്യൂമൻ മിൽക്കിന്റെ കോമ്പോസിഷൻ ഉള്ളത്. ദെൻ വിച്ച് മിൽക്ക്. വിച്ച് മിൽക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫന്റിന്റെ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നതായിരിക്കും വിച്ച് മിൽക്ക്. ഇൻഫന്റ് ഫോർ 1 to 2 weeks ഓഫ് ലൈഫിലേക്ക് ക്യാൻ സെക്രീറ്റ് മിൽക്ക്. അതിന് കാരണം എന്തായിരിക്കും? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെറ്റേണൽ ഈസ്ട്രോജൻ. മെറ്റേണൽ ഈസ്ട്രോജന്റെ ഇൻഫ്ലുവൻസിൽ ഇൻഫന്റിൽ ഉണ്ടാകുന്ന 1 to 2 weeks ഓഫ് ലൈഫിലേക്ക് ഉണ്ടാകുന്ന ബ്രസ്റ്റ് മിൽക്കിനെ പറയുന്നതായിരിക്കും വിച്ച് മിൽക്ക്. ദെൻ പ്യൂരി ഓറഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Obstruction of superficial lymphocytes by cancer cells leads to edema of skin, which giving rise to an appearance like that of an orange. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സൂപ്പർഫിഷ്യൽ ലിംഫോസൈറ്റ്സിന്റെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഡ്രെയിനേജ് ഓഫ് സ്കിൻ ഉണ്ടാകുന്നില്ല, ലീഡ്സ് ടു എഡിമ ഓഫ് ദ സ്കിൻ, give rise to an appearance like of an orange, hence it is called as pure orange appearance. Carcinoma of breast ഉണ്ടാകുന്നതായിരിക്കും. So this is about breast. So breastന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ബ്രസ്റ്റ് എന്താണ്? ഒരു മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആണ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാല്. ബ്രസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. എക്ടോഡെർമൽ തിക്കനിങ്ങിനായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. കോൾഡ് ആസ് മാമറി റിഡ്ജ് ഓർ മിൽക്ക് ലൈൻ ഓർ ലൈൻ ഓഫ് ഷൂട്ട്സ്. ഇത് എപ്പോഴായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ 4th week ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലായിരിക്കും ഈ ലൈൻ അപ്പിയർ ചെയ്യുന്നത്. എവിടുന്ന് എവിടം വരെ കാണും? ആക്സില ടു ഗ്രോയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ലൈൻ ആയിരിക്കും ഈ റിഡ്ജ്. ഇനി ക്വാഡ്രൻസ് ഓഫ് ബ്രസ്റ്റ് പറഞ്ഞാൽ 4 ക്വാഡ്രൻസ് ഉണ്ടായിരിക്കും. അപ്പർ മീഡിയൽ, അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ, ലോവർ ലാറ്ററൽ. അപ്പർ ലാറ്ററൽ ക്വാഡ്രൻസിന്റെ ഒരു സ്മോൾ എക്സ്റ്റൻഷൻ എങ്ങോട്ടേക്ക് ഉണ്ടായിരിക്കും? ആക്സിലയിലേക്ക് പോകുന്നുണ്ടായിരിക്കും വയ ആൻ ഓപ്പണിംഗ് ഇൻ ദ ഡീപ് ഫേഷ്യ കോൾഡ് ആസ് foramen ഓഫ് ലാംഗർ. ആൻഡ് സ്മോൾ എക്സ്റ്റൻഷൻ എന്തായിരിക്കും പറയുന്നത്? ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസ് എന്ന് പറയും. ദെൻ സ്ട്രക്ചേഴ്സ് നോക്കുവാണെങ്കിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. സ്കിൻ, പാരൻകൈമ ആൻഡ് സ്ട്രോമ. സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോണിക്കൽ പ്രൊജക്ഷൻ, കോണിക്കൽ പ്രൊജക്ഷൻ നിപ്പിൾ, 50 to 20 ലാക്ടിഫറസ് ഡക്ട്സ് അതിനെ പിയേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. എവിടെയായിരിക്കും? 4th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും കാണുന്നത്. അതിനെ സറൗണ്ട് ആയിട്ടുള്ള സ്കിന്നിനെ പറയുന്നതായിരിക്കും ഏരിയോള, which is rich in sebaceous glands ആയിരിക്കും. ആൻഡ് അത് വന്നിട്ട് പ്രഗ്നൻസി ലാക്ടേഷൻ സമയത്ത് എലാസ്റ്റ് ആയിട്ട് അതിനെ പറയുന്നതായിരിക്കും റേസ്ഡ് ട്യൂബർക്കിൾ ഓഫ് മോൺഗോമറി എന്ന് അതിനായിരിക്കും പറയുന്നത്. ദെൻ പാരൻകൈമ, ഇറ്റ് ഇസ് എ ഗ്ലാൻഡുലർ ഓർ സെക്രീറ്റിംഗ് പാർട്ട് ഓഫ് ദ ബ്രസ്റ്റ്, 50 to 20 ലോബ്സ് ഉണ്ടായിരിക്കും. ദെൻ സ്ട്രോമ ഇസ് എ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ഗ്ലാൻഡ്. ഗ്ലാൻഡിന്റെ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെ പറയുന്നതായിരിക്കും സ്ട്രോമ, വിച്ച് ഇസ് പാർഷ്യലി ഫൈബ്രസ് ആൻഡ് പാർഷ്യലി ഫാറ്റി ആയിരിക്കും. സ്ട്രോമ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള സ്റ്റോമ ഉണ്ടായിരിക്കും, ഫൈബ്രസ് സ്റ്റോമ ആൻഡ് ഫാറ്റി സ്റ്റോമ. ഫൈബ്രസ് സ്റ്റോമ എന്ത് ചെയ്യും? ഒരു സെപ്റ്റ ഫോം ചെയ്യും. ഇറ്റ്സ് കോൾഡ് ആസ് സസ്പെൻസറി ലിഗമെന്റ് ഓഫ് കൂപ്പർ. അതായിരിക്കും നമ്മുടെ ഈ ബാക്കി റിമൈനിങ് ബ്രസ്റ്റ് സ്ട്രക്ചറിനെ നമ്മുടെ പെക്ടറൽ ഫേഷ്യ ആയിട്ട് ആങ്കർ ചെയ്ത് നിർത്തുന്നത്. ആൻഡ് ഫാറ്റി സ്റ്റോമ അത് നമ്മൾക്ക് ബൾക്ക് ഓഫ് ദ ഗ്ലാൻഡ് കൊടുക്കും. ദെൻ ലിംഫാറ്റിക് ഡ്രെയിനേജ് പറഞ്ഞു. 75% ആക്സിലറി നോഡ്ലോട്ട്സ് ആയിരിക്കും, 20% ഇന്റേണൽ മാമറി നോഡ്സിലോട്ടും 5% പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ നോഡ്സിലോട്ടും ആയിരിക്കും. വയ ത്രൂ 2 ഡ്രെയിൻസ് ആയിരിക്കും, സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിൻ ആൻഡ് ഡീപ് ലിംഫാറ്റിക് ഡ്രെയിൻ. ദെൻ നമ്മുടെ ഏരിയോളയ്ക്ക് ചുറ്റുമുള്ള ആ പ്ലെക്സസ് ഓഫ് ലിംഫസസിനെ പറയുന്നതായിരിക്കും സബ് ഏരിയോളാർ പ്ലെക്സസ് ഓഫ് സാപ്പി.
Then certain terms, emastia, ethelia, polymastia, polyethylene gynecomastia related to the breast ആയിരിക്കും. Composition of human milk പറഞ്ഞു 88% water, 7% lactose, 4% fat and 1% of protein ആയിരിക്കും human milkന്റെ composition. Then what is wish milk? Infantil ഉണ്ടാകുന്ന ഒരു ഇൻഫന്റിൽ 1 to 2 വീക്സിലേക്ക് ഉണ്ടാകുന്ന മിൽക്കിനെ പറയുന്നതായിരിക്കും വിഷ് മിൽക്ക്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മെറ്റേണൽ ഈസ്ട്രോജൻ. മെറ്റേണൽ ഈസ്ട്രോജന്റെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കും ആ മിൽക്ക് ഉണ്ടാകുന്നത്. Then pudgy orange appearance because of carcinoma cells obstructing the superficial lymph vessels, which leads to edema of the skin. അത് appearance like an orange ആയിരിക്കും. Hence it is called as pudgy orange appearance. So ഇത്ര ആയിരിക്കും ബ്രസ്റ്റിനെ പറ്റിയിട്ട്. Then serratus anterior, നമ്മൾ നേരത്തെ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ സ്പ്രിംഗിങ് ഓഫ് സ്കാപ്പുല പഠിച്ചൊക്കെ പറഞ്ഞതാണ്. സെറാറ്റസ് ആന്റീരിയർ സപ്ലൈഡ് ബൈ ലോങ് thoracic nerve ആയിരിക്കും. അതിന്റെ പാരാലിസിസ് ആയിരിക്കും വിങ്ങിങ്, ഇറ്റ്സ് നോട്ട് വിങ്ങിങ് ഓഫ് സ്കാപ്പുല ഉണ്ടാകുന്നത്. അൺഡ്യൂലി പ്രോമിനന്റ് മീഡിയൽ ബോർഡർ ഓഫ് ദ സ്കാപ്പുല ആയിരിക്കും വിങ്ങിങ് ഓഫ് സ്കാപ്പുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബ്രേക്കിയൽ പ്ലെക്സസ്. സോ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുകയാണെങ്കിൽ ബ്രേക്കിയൽ പ്ലെക്സസ് like it is നമ്മുടെ അപ്പർ ലിംബിന്റെ മെയിൻലി അപ്പർ ലിംബിന്റെ ക്യൂട്ടേനിയസ് ആൻഡ് മസ്കുലർ ഇന്റർവെൻഷൻ എവിടെ നിന്നായിരിക്കും? ഫ്രം ദ ബ്രേക്കിയൽ പ്ലെക്സസ് ആയിരിക്കും. ദ ബ്രേക്കിയൽ പ്ലെക്സസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യൂട്ടേനിയസ് ആൻഡ് മസ്കുലർ ഇന്റർവെൻഷൻ ഓഫ് ദ എൻറ്റയർ അപ്പർ ലിംബ്. പക്ഷെ ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും, വിത്ത് 2 exception. ദ ട്രപ്പീസിയസ് മസിൽ ആൻഡ് ദ ഏരിയ ഓഫ് സ്കിൻ നിയർ ദ ആക്സില. ഇത് രണ്ടും മാത്രം ബ്രേക്കിയൽ പ്ലെക്സസിൽ നിന്നായിരിക്കത്തില്ല സപ്ലൈ ഉണ്ടാകുന്നത്. So the brachial plexus is responsible for the cutaneous and muscular intervention of entire upper limb. But രണ്ട് exceptions ഉണ്ടായിരിക്കും. ഒരെണ്ണം trapezius muscle, അതിനെ സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? It is innervated by the spinal accessory nerve ആയിരിക്കും. trapezius muscle intervention കൊടുക്കുന്ന ആരായിരിക്കും? Spinal accessory nerve ആയിരിക്കും. While a area of skin near the axilla, which is innervated by the intercostobrachial nerve ആയിരിക്കും. Trapezius muscle, spinal accessory nerve, an area near the axilla which is innervated by the intercostobrachial nerve ആയിരിക്കും. ഈ രണ്ട് ഏരിയ ഒഴിച്ച് the remaining part of the upper limb is supplied by brachial plexus ആയിരിക്കും. And it is a somatic plexus formed by the anterior rami of C5, C6, C7, C8 and T1. ഇതിന്റെ എല്ലാം anterior rami എന്ന് ഫോം ചെയ്യുന്നതായിരിക്കും എന്ത്? Brachial plexus. So it originates in the neck, passes laterally and inferiorly over first rib and enters the axilla. എവിടെ ആയിരിക്കും originate ചെയ്യുന്നത്? It originates in the neck, then it passes laterally, inferiorly over the first rib and enters the axilla. So brachial plexusനകത്ത് അതിന്റെ പാർട്സ് പറയാണ്. brachial plexusന് മെയിൻലി 3 പാർട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. It has a roots, trunk and branches. ബ്രേക്കിയൽ പ്ലെക്സസിന്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ റൂട്ട്സ് ഉണ്ടായിരിക്കും, ട്രങ്ക് ഉണ്ടായിരിക്കും, ബ്രാഞ്ച് ഉണ്ടായിരിക്കും. അത് ഞാൻ അതിന്റെ പിക്ചർ കാണിച്ചിട്ട് പറയാവേ. ദെൻ വിൽ കം ബാക്ക് ടു ദ PPT ലേറ്റർ. ഞാൻ പറഞ്ഞു ബ്രേക്കിയൽ പ്ലെക്സസിന്റെ പാർട്സ് പറഞ്ഞു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂട്ട്സ്, ട്രങ്ക്സ്, കോഡ്സ് ആൻഡ് ബ്രാഞ്ചസ്. ഇങ്ങനെ 4 പാർട്ടായിട്ടായിരിക്കും മെയിൻലി ഉണ്ടായിരിക്കുക. റൂട്ട്സ് ഉണ്ടായിരിക്കും, ട്രങ്ക്സ് ഉണ്ടായിരിക്കും, കോഡ്സ് ഉണ്ടായിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് റൂട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. Anterior rami of C5, C6, C7, C8 and T1 ആയിരിക്കും ഇത് അറേസ് ചെയ്യുന്നത്. സോ അതായിരിക്കും അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് C5, C6, C7, C8 and T1. Anterior rami of C5, C6, C7, C8, T1 ഇതായിരിക്കും അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. Okay, so first part is the root. So anterior rami of all these things ആയിരിക്കും അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ഈ റൂട്ടിൽ തന്നെ again 2 types are there. ഇതില് ഇപ്പൊ C5 സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം C5, C4 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രീ ഫിക്സ്ഡ് എന്ന് പറയും. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് എൻഡിങ് ഇൻ T1, T2 വരെ ഉണ്ടെങ്കിൽ അതിനെ പോസ്റ്റ് ഫിക്സ്ഡ് എന്ന് പറയും. സോ നോർമലി നോക്കുകയാണെങ്കിൽ റൂട്ട്സ് C5 to T1 ആയിരിക്കും. C5, C6, C7, C8 and T1. സോ അനദർ 2 ടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രീ ഫിക്സ്ഡ് ആൻഡ് പോസ്റ്റ് ഫിക്സ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 1 സെഗ്മെന്റ് either upward or downward ഷിഫ്റ്റ് ചെയ്യാണ് പ്ലെക്സസിന്റെ, അതിനെ ആയിരിക്കും
പ്രീ ഷിഫ്റ്റ് ഓർ പോസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയണത്. സോ C5ക്ക് പകരം C4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് T1 വരെ ഉണ്ടായിരിക്കും, അതിനായിരിക്കും പ്രീ ഫിക്സ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ C5 സ്റ്റാർട്ട് ചെയ്ത് T2 വരെ ഉണ്ടെങ്കിൽ അതിനെ പോസ്റ്റ് ഫിക്സ്ഡ് പ്ലെക്സസ് എന്നും പറയും. സോ ഇതായിരിക്കും അതിന്റെ റൂട്ട്സ്. ഇനി ഈ റൂട്ട്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അടുത്ത ട്രങ്ക് ഫോം ചെയ്യുന്നത്. സോ ട്രങ്ക്സ് എന്ന് പറയുമ്പോൾ 3 ട്രങ്ക് ആയിരിക്കും, അപ്പർ, മിഡിൽ ആൻഡ് ലോവർ ട്രങ്ക്. സോ C5 C6 ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അപ്പർ ട്രങ്ക് ഫോം ചെയ്യും. ദിസ് യെല്ലോ C5 ആൻഡ് C6 joins together and form the upper trunk. C7 middle trunk. C8 and T1 forms the lower trunk. Okay, so ആദ്യം പറഞ്ഞ നമ്മൾ റൂട്ട് പറഞ്ഞു. സോ റൂട്ട് എന്ന് പറയുമ്പോൾ C5, C6, C7, C8 and T1 as the റൂട്ട്. അതിനകത്ത് പ്രീഫിക്സ്ഡും പോസ്റ്റ് ഫിക്സ്ഡും പറഞ്ഞു. Then comes the trunks. ഈ C5 ഉം C6 ഉം ജോയിൻ ചെയ്തിട്ട് അപ്പർ ട്രങ്ക് ഫോം ചെയ്യും. C7 ഫോംസ് ദ മിഡിൽ ട്രങ്ക് ആൻഡ് C8 ആൻഡ് T1 ഫോംസ് ദ ലോവർ ട്രങ്ക്. ഇനി ഈ ട്രങ്ക് വന്നിട്ട് ട്രങ്കിന് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ട്രങ്കിന് വന്നിട്ട് വെൻട്രൽ ആൻഡ് ഡോർസൽ ഡിവിഷൻ ഉണ്ടായിരിക്കും. ഈ വെൻട്രൽ ആൻഡ് ഡോർസൽ ഡിവിഷൻസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? കോഡ്സ് ഫോം ചെയ്യുന്നത്. ഇവിടെ കളർ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരു ഗ്രീൻ ആയിട്ടും യെല്ലോ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്ന കാണാം എല്ലാ ട്രങ്കും, കണ്ടോ? സോ അതായിരിക്കും അതിന്റെ വെൻട്രൽ ആൻഡ് ഡോർസൽ. യെല്ലോയിൽ കാണുന്നത് ഡോർസൽ, ആ ഗ്രീനിൽ കാണുന്നത് വെൻട്രൽ ആയിരിക്കും. സോ ദ ട്രങ്ക് ഈസ് ഡിവൈഡഡ് ഇൻടു വെൻട്രൽ ആൻഡ് ഡോർസൽ ഡിവിഷൻ. ആ വെൻട്രൽ ആൻഡ് ഡോർസൽ ഡിവിഷൻസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും കോഡ്സ് ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് അപ്പർ ട്രങ്കിന്റെയും മിഡിൽ ട്രങ്കിന്റെയും വെൻട്രൽ ഡിവിഷൻ ജോയിൻ ചെയ്തിട്ടായിരിക്കും lateral cord ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് ദ lateral cord. അപ്പർ ട്രങ്കിന്റെയും മിഡിൽ ട്രങ്കിന്റെയും വെൻട്രൽ ഡിവിഷൻസ് ജോയിൻസ് ടുഗദർ ആൻഡ് ഫോം ദ മിഡിൽ കോഡ്. ഇനി റിമൈനിങ് ആയിട്ടുള്ള വെൻട്രൽ ഡിവിഷൻ ആരുടേതായിരിക്കും? ലോവർ കോഡിന്റെ ആയിരിക്കും. ലോവർ ട്രങ്കിന്റെ വെൻട്രൽ ഡിവിഷൻ അതായിരിക്കും നമ്മുടെ മീഡിയൽ കോഡ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മൂന്നിന്റെയും ഡോർസൽ ഓൾ ടുഗദർ ഫോംസ് ദ പോസ്റ്റീരിയർ കോഡ്. ഒന്നും കൂടെ പറയാം. റൂട്ട്സ് C5, C6, C7, C8 ആൻഡ് T1. പാർട്സ് പറഞ്ഞു. റൂട്ട്സ് ഉണ്ട്, ദെൻ ട്രങ്ക്സ്, ദെൻ കോഡ്സ്, ദെൻ ബ്രാഞ്ചസ്. ഇങ്ങനെ ആയിരിക്കും പാർട്സ് പറയുന്നത്. സോ ഫസ്റ്റ് റൂട്ട്സ് C5, C6, C7, C8, T1. അതിൽ നിന്ന് C5 ഉം C6 ഉം ജോയിൻ ചെയ്ത് അപ്പർ ട്രങ്ക് ഫോം ചെയ്തു. C7 is the middle trunk. C8 ഉം T1 ഉം ജോയിൻ ചെയ്ത് ലോവർ ട്രങ്ക് ഫോം ചെയ്തു. ഇനി ഈച്ച് ട്രങ്ക്, എല്ലാ ട്രങ്കിനും വന്നിട്ട് 2 ഡിവിഷൻസ് ഉണ്ടായിരിക്കും. വെൻട്രൽ ഡിവിഷൻ, ഡോർസൽ ഡിവിഷൻ. ഈ പിക്ചറിൽ ആ ഗ്രീൻ ആയിട്ട് കാണുന്നത് വെൻട്രൽ ഡിവിഷനും യെല്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഡോർസൽ ഡിവിഷനും ആയിരിക്കും. സോ അപ്പർ ട്രങ്കിന്റെയും മിഡിൽ ട്രങ്കിന്റെയും വെൻട്രൽ ഡിവിഷൻ ജോയിൻ ചെയ്തിട്ടായിരിക്കും ലാറ്ററൽ കോഡ് ഫോം ചെയ്യുന്നത്. സോ കോഡ് 3 ആയിരിക്കും: ലാറ്ററൽ, മീഡിയൽ ആൻഡ് പോസ്റ്റീരിയർ. സോ അപ്പർ ട്രങ്കിന്റെയും മിഡിൽ ട്രങ്കിന്റെയും വെൻട്രൽ ഡിവിഷൻ ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? ലാറ്ററൽ കോഡ് ഫോം ചെയ്തു. ലോവർ ട്രങ്കിന്റെ വെൻട്രൽ കോഡ് എന്തായി മാറി? മീഡിയൽ കോഡായിട്ട് മാറി. ദെൻ ഇതിന്റെ മൂന്നിന്റെ ഇനി എന്താണ് റിമൈൻ ചെയ്തിട്ടുള്ളത്? ഡോർസൽ ഡിവിഷൻ അല്ലെ? മൂന്നിന്റെയും ഡോർസൽ ഡിവിഷൻ ഓൾ ടുഗദർ ഫോംസ് ദ പോസ്റ്റീരിയർ കോഡ്. മൂന്നിന്റെയും കൂടെ ഡോർസൽ ഡിവിഷൻ ആയിരിക്കും പോസ്റ്റീരിയർ കോഡ് ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും കോഡ്സ് വന്നത്. ഇനി ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് പറയുകയാണെങ്കിൽ ഫ്രം ദ റൂട്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ബ്രാഞ്ചസ്. റൂട്ടിൽ നിന്ന് രണ്ട് ബ്രാഞ്ചസ് അറേസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഈസ് ലോങ് തൊറാസിക് നെർവ്. ലോങ് തൊറാസിക് നെർവ് നമ്മൾ ഇന്നലെ പറഞ്ഞു എന്തിനെ സപ്ലൈ ചെയ്യുന്നതായിരിക്കും? ഇറ്റ് ഈസ് നെർവ് ഫോർ ലോങ് തൊറാസിക് നെർവ് എന്തിനായിരിക്കും? സെറാറ്റസ് ആന്റീരിയർ അല്ലെ? വിങ്ങിങ് ഓഫ് സ്കാപ്പുല ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? സോ ദാറ്റ് ഈസ് എ ലോങ് തൊറാസിക് നെർവ്. അത് എവിടെ നിന്നായിരിക്കും അറേസ് ചെയ്യുന്നത്? ഫ്രം ദ റൂട്ട്. എവിടെ നിന്നൊക്കെ നോക്കും? ഇന്നർവെൻഷൻ എവിടെ നിന്നൊക്കെ ആയിരിക്കും? നെർവ് വാല്യൂ C5, C6, C7. ഇത് എത്ര ആയിരിക്കും? എന്തിന്റെ നെർവ് വാല്യൂ ആണ്? ലോങ് തൊറാസിക് നെർവിന്റെ നെർവ് വാല്യൂസ് C5, C6 ആൻഡ് C7 എന്നായിരിക്കും എന്ത് അറേസ് ചെയ്യുന്നത്? ലോങ് തൊറാസിക് നെർവ് അറേസ് ചെയ്യുന്നത്. സോ റൂട്ടിൽ നിന്ന് 2 നെർവ് ആയിരിക്കും വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ലോങ് തൊറാസിക് നെർവ്. സെക്കൻഡ് വൺ C5 നിന്ന് മാത്രം അറേസ് ചെയ്യുന്നതായിരിക്കും ഡോർസൽ സ്കാപ്പുലാർ നെർവ്. ഇത് രണ്ടുമായിരിക്കും റൂട്ടിൽ നിന്ന് അറേസ് ചെയ്യുന്ന ബ്രാഞ്ചസ്. സോ ബ്രാഞ്ചസ് ഫ്രം റൂട്ട്, ഒന്ന് ലോങ് തൊറാസിക് നെർവും ഒന്ന് ഡോർസൽ സ്കാപ്പുലാർ നെർവും. ഡോർസൽ സ്കാപ്പുലാർ നെർവിന്റെ റൂട്ട് വാല്യൂ C5 എന്ന് മാത്രം അറേസ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഡോർസൽ സ്കാപ്പുലാർ നെർവ്.
The second one എവിടുന്നായിരിക്കും C5, C6, C7, that is the long thoracic nerve. ഇനി അടുത്ത ട്രങ്ക് നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ കാണാം മിഡിൽ ട്രങ്കിലും ലോവർ ട്രങ്കിൽ നിന്നും ബ്രാഞ്ചസ് ഒന്നുമില്ല. only from the upper ട്രങ്കിൽ നിന്ന് 2 ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. സോ ഫ്രം ദ ട്രങ്ക് ബ്രാഞ്ചസ് ഓഫ് ട്രങ്ക് നോക്കുവാണെങ്കിൽ arises only from the upper trunk. 2 എണ്ണം ആയിരിക്കും ഉള്ളത്, suprascapular nerve and nerve to subclavius. സോ 2 എണ്ണം ഉണ്ടായിരിക്കും, suprascapular nerve and the nerve to subclavius. So ട്രങ്കിന്റെ ബ്രാഞ്ചസ് നോക്കുവാണെങ്കിൽ only from the upper ട്രങ്കിൽ നിന്ന് മാത്രമായിരിക്കും ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുക. 2 ബ്രാഞ്ചസ് suprascapular nerve and nerve to subclavius muscle. സോ ഇതിന്റെ നെർവ് വാല്യൂ അല്ലെങ്കിൽ ഏതൊക്കെ നെർവ് എന്നാണെങ്കിൽ നെർവ് വാല്യൂ അറിയണമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? അപ്പർ ട്രങ്ക് എന്തൊക്കെ ചേർന്നിട്ട് ഉണ്ടായത്? C5, C6 ചേർന്നിട്ടല്ല ഉണ്ടായത്. സോ ഇതിന്റെ റൂട്ട് വാല്യൂ നെർവ് വാല്യൂ ഏതായിരിക്കും? ഇത് രണ്ടിന്റെയും C5, C6 തന്നെ ആയിരിക്കും. അപ്പർ ട്രങ്കിന് അറേസ് ചെയ്യുന്നത് അപ്പർ ട്രങ്ക് ഈസ് ജോയിൻ ബൈ C5, C6 ജോയിൻ ചെയ്തിട്ടുണ്ടായതാണ് അപ്പർ ട്രങ്ക്. സോ സുപ്രാസ്കാപ്പുലർ നെർവും നെർവ് ടു സബ്ക്ലേവിയസിന്റെയും നെർവ് വാല്യൂ ഏതായിരിക്കും? C5, C6 തന്നെ ആയിരിക്കും. ദെൻ അടുത്ത നോക്കുകയാണെങ്കിൽ ഇനി കോഡിന്റെ ബ്രാഞ്ചസ് നോക്കാൻ പാടും. ഏതൊക്കെയാണ്? 3 കോഡ്സ് നമ്മൾ പഠിച്ചു അല്ലെ? എത്ര കോഡ്സ് ഉണ്ട്? മീഡിയൽ, ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ കോഡ്. സോ ഫസ്റ്റ് ഈസ് ലാറ്ററൽ കോഡ്. ലാറ്ററൽ കോഡിന്റെ ബ്രാഞ്ചസ് നോക്കുവാണെങ്കിൽ ലാറ്ററൽ കോഡിന് 3 ബ്രാഞ്ചസ് ആണ് ഉള്ളത്, LML. സോ ലാറ്ററൽ കോഡിന്റെ 3 ബ്രാഞ്ചസ് ആർ LML, ലാറ്ററൽ പെക്ടറൽ, മസ്കുലോ ക്യൂട്ടേനിയസ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. 3 ബ്രാഞ്ചസ് ആയിരിക്കും ഉള്ളത്. ലാറ്ററൽ പെക്ടറൽ, മസ്കുലോ ക്യൂട്ടേനിയസ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. ഇത് ലാറ്ററൽ കോഡ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ലാറ്ററൽ കോഡ് ഫോം ചെയ്തത് ഡോസൽ ഡിവിഷൻ ഓഫ് അപ്പർ ആൻഡ് മിഡിൽ ട്രങ്കിൽ നിന്നല്ലേ? സോ അതിന്റെ റൂട്ട് വാല്യൂ അപ്പൊ ഏതൊക്കെ ആയിരിക്കും? C5, C6, C7 അല്ലേ? നമ്മുടെ ലാറ്ററൽ കോഡ് എവിടെ നിന്നാ ഫോം ചെയ്തത്? അപ്പറിന്റെയും മിഡിൽ ട്രങ്കിന്റെയും ഒരു ഡോസൽ വെൻട്രൽ ഡിവിഷനിൽ നിന്നായിരിക്കും ലാറ്ററൽ കോഡ് ഫോം ചെയ്തേക്കുന്നത്. സോ ഈ മസിൽസിന്റെ നമ്മളിപ്പോ പറഞ്ഞ നെർവിന്റെ എല്ലാം റൂട്ട് വാല്യൂ നോക്കുവാണെങ്കിൽ C5, C6 ആൻഡ് C7 നിന്നായിരിക്കും അറേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ലാറ്ററൽ പെക്ടറൽ, മസ്കുലോ ക്യൂട്ടേനിയസ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. ദെൻ മീഡിയൽ കോഡ് എവിടെ നിന്നായിരിക്കും അറേസ് ചെയ്തിരിക്കുന്നത്? ലോവർ ട്രങ്കിന്റെ വെൻട്രൽ പോർഷനിൽ നിന്നായിരിക്കും മീഡിയൽ കോഡ് അറേസ് ചെയ്യുന്നത്. റൈറ്റ്. സോ അവിടെ എങ്ങനെയായിരിക്കും? അവിടെ 5 ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. മീഡിയൽ പെക്ടറൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലാറ്ററൽ പെക്ടറൽ, ലാറ്ററൽ കോഡിൽ പറഞ്ഞു ലാറ്ററൽ പെക്ടറൽ. സോ മീഡിയൽ കോഡിൽ എന്ത് വരും? മീഡിയൽ പെക്ടറൽ. അതുപോലെ ലാറ്ററൽ കോഡിൽ നമ്മൾ പറഞ്ഞു ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. സോ ഇവിടെ എന്ത് വരും? മീഡിയൻ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. സോ രണ്ട് നെർവ് ആയല്ലോ. ലാറ്ററൽ പെക്ടറൽ അവിടെ പറഞ്ഞു, ഇവിടെ മീഡിയൽ പെക്ടറൽ. അവിടെ നമ്മൾ ലാറ്ററൽ കോഡിൽ നമ്മൾ പറഞ്ഞു ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. സോ ഇവിടെ ഹിയർ മീഡിയൻ റൂട്ട് ഓഫ് മീഡിയൻ നെർവ് വിൽ കം. ദെൻ ഇനിയുള്ള 2 എണ്ണം medial cutaneous nerve of arm, medial cutaneous nerve of forearm and ulnar nerve. ഇത്ര ആയിരിക്കും മീഡിയൽ കോഡിന്റെ ബ്രാഞ്ചസ്. മീഡിയൽ പെക്ടറൽ, മീഡിയൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്, medial cutaneous nerve of arm, medial cutaneous nerve of forearm and ulnar nerve. ഇത് ഇത്ര ആയിരിക്കും 5 എണ്ണം. ഇതിന്റെ 5ന്റെയും എക്സെപ്റ്റ് ദ ulnar nerve ബാക്കി എല്ലാത്തിന്റെയും നെർവ് വാല്യൂ നോക്കുവാണെങ്കിൽ ഇറ്റ് അറേസസ് ഫ്രം എവിടെ നിന്നായിരിക്കും ഇത് വരുന്നത്? മീഡിയൽ കോഡ് എവിടെ നിന്നായിരിക്കും അറേസ് ചെയ്യുന്നത്? വെൻട്രൽ ഡിവിഷൻ ഓഫ് ദ ലോവർ ട്രങ്കിൽ നിന്നായിരിക്കും. ലോവർ ട്രങ്ക് എങ്ങനെയായിരിക്കും ഉണ്ടായത്? C8 ഉം T1 നിന്നായിരിക്കും ലോവർ ട്രങ്ക് ഉണ്ടായത്. സോ നെർവ് വാല്യൂ ഇസ് C8, T1 ആയിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും എക്സെപ്റ്റ് അൾനാറിന് C7 കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. C7, C8 ആൻഡ് T1. ബാക്കി എല്ലാത്തിനും C8 ആൻഡ് T1 ആയിരിക്കും നെർവ് വാല്യൂ. ദെൻ കംസ് ദ പോസ്റ്റീരിയർ കോഡ്. പോസ്റ്റീരിയർ കോഡ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എല്ലാത്തിന്റെയും ഡോസൽ 3 അപ്പർ മിഡിൽ ലോവറിന്റെ ഡോസൽ ബ്രാഞ്ചസ് ചേർന്നായിരിക്കും നമുക്ക് എന്തുണ്ടായത്? പോസ്റ്റീരിയർ കോഡ് ഉണ്ടായത്. സോ പോസ്റ്റീരിയർ കോഡിലുള്ള 5 നെർവ്സ് ഏതൊക്കെയായിരിക്കും ബ്രാഞ്ചസ് നോക്കുവാണെങ്കിൽ ULTRA അത് ഓർത്താൽ മതി. അപ്പർ സബ്സ്കാപ്പുലാർ, ലോവർ സബ്സ്കാപ്പുലാർ ULI. ദെൻ തൊറാക്കോഡോസൽ, ആക്സിലറി, റേഡിയൽ
ULTRA എന്ന് ഓർക്കുക. അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ, thoracodorsal, axillary and radial. ഇതിൽ അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ, ആക്സിലറി, ഇതിന്റെ മൂന്നിന്റെയും നെർവ് ഇന്റർവെൻഷൻ C5 C6 ആയിരിക്കും. അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ ആൻഡ് ആക്സിലറി, ഇതിന്റെ മൂന്നിന്റെയും നെർവ് ഇന്റർവെൻഷൻ C5 C6 ആയിരിക്കും. വൈൽ thoracodorsal, it is called as nerve to latissimus dorsi ആയിരിക്കും thoracodorsal. അതിൻ്റെത് C6 C7 C8 ഉം. The ലാസ്റ്റ് വൺ ഈസ് റേഡിയൽ. അതിന് വന്നിട്ട് നമ്മുടെ ബ്രേക്കിയൽ പ്ലക്സസിന്റെ മൊത്തം റൂട്ട് വാല്യൂ പറയാം. C5 C6 C7 C8 ആൻഡ് T1. അതിൽ നിന്ന് എല്ലാത്തിനും ഇടയ്ക്കും എന്ത് വരുന്നത്? റേഡിയൽ നെർവ് അറേസ് ചെയ്യുന്നത്. സോ ഇത്രയായിരിക്കും ബ്രേക്കിയൽ പ്ലക്സസിനെ പറ്റിയിട്ട്. ഒന്നും കൂടെ പറയാം. ബ്രേക്കിയൽ പ്ലക്സസിന്റെ പാർട്സ് എന്ന് നോക്കുവാണെങ്കിൽ റൂട്ട്സ് ഉണ്ടായിരിക്കും, ട്രങ്ക് ഉണ്ടായിരിക്കും, കോഡ്സ് ഉണ്ടായിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. സോ റൂട്ട് എവിടെ നിന്നായിരിക്കും അറേസ് ചെയ്യുന്നത്? അറേസ് ഫ്രം ദ ആന്റീരിയർ പ്രൈമറി റാമേ ഓഫ് സ്പൈനൽ നെർവ് C5 C6 C7 C8 ആൻഡ് T1. സോ ഇതായിരിക്കും അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സിൽ തന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ ഇറ്റ് മേ ബി ഷിഫ്റ്റ് വൺ സെഗ്മെന്റ് മേലോട്ടോ താഴോട്ടോ ഷിഫ്റ്റ് ചെയ്യാം. അതിനായിരിക്കും പ്രീ ഫ്ലെക്സ്ഡ് ആൻഡ് പോസ്റ്റ് ഫ്ലെക്സ്ഡ് എന്ന് പറയുന്നത്. സോ പ്രീ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C4 സ്റ്റാർട്ട് ചെയ്തു. C4, C5, C6, C7, C8 ആൻഡ് T1 is പ്രീ ഫ്ലെക്സ്ഡ്. ഇവിടെ T1 പകരം T2 വരെ വരികയാണെങ്കിൽ അതിനെ പോസ്റ്റ് ഫ്ലെക്സ് എന്നും പറയും. സോ ദാറ്റ്സ് അബൌട്ട് ദ റൂട്ട്. ഇനി ട്രങ്കിൽ വരികയാണെങ്കിൽ 3 ട്രങ്ക്സ് ആയിരിക്കും ഉള്ളത്. അപ്പർ, മിഡിൽ, ലോവർ ട്രങ്ക്. അപ്പർ ട്രങ്ക് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? C5 C6 joins together to form the upper trunk, while C7 will continue as the middle trunk. C8 and T1 joins together as the lower trunk. C5 and C6 join ചെയ്ത upper trunkഉം C7 middle trunk ആയിട്ടും C8 and T1 lower trunk ആയിട്ടും കണ്ടിന്യൂ ചെയ്യും. ഇനി ഈ ട്രങ്ക്സ് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. Each trunk will divide into two, ventral and dorsal. Ventral, dorsal. അങ്ങനെ 3 ട്രങ്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. വെൻട്രൽ ആൻഡ് ഡോർസൽ. ഇനി ഈ ഡിവിഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? കോഡ്സ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് കോഡ്സ് ഫോം ചെയ്യുന്നത്. സോ 3 കോഡ്സ് ആയിരിക്കും ഉള്ളത്. ലാറ്ററൽ കോഡ്, മീഡിയൽ കോഡ് ആൻഡ് പോസ്റ്റീരിയർ കോഡ്. സോ ലാറ്ററൽ കോഡ് അതെങ്ങനെ ഫോം ചെയ്യുന്നു? വെൻട്രൽ ഡിവിഷൻ ഓഫ് അപ്പർ ആൻഡ് മിഡിൽ. അപ്പർ ആൻഡ് മിഡിലിന്റെ വെൻട്രൽ ഡിവിഷൻ ജോയിൻസ് ടുഗദർ ടു ഫോം ദ ലാറ്ററൽ കോഡ്. ഈ റിമൈനിങ് വെൻട്രൽ എന്തിന്റെ ഉള്ളത്? ലോവർ ട്രങ്കിന്റെ ആയിരിക്കും. സോ ലോവർ ട്രങ്കിന്റെ വെൻട്രൽ കോഡ് ഇറ്റ് കണ്ടിന്യൂസ് ആസ് ദ മീഡിയൽ കോഡ്. സോ വെൻട്രൽ ഡിവിഷൻ ഓഫ് ദ അപ്പർ ആൻഡ് മിഡിൽ ട്രങ്ക് ജോയിൻസ് ടുഗദർ ടു ഫോം ദ ലാറ്ററൽ കോഡ്. ആ സമയം വെൻട്രൽ ഡിവിഷൻ ഓഫ് ദ ലോവർ ട്രങ്ക് കണ്ടിന്യൂസ് ആസ് ദ മീഡിയൽ കോഡ്. ഇനി 3ന്റെയും ഡോർസൽ ഡിവിഷൻ ജോയിൻസ് ടുഗദർ ടു ഫോം ദ പോസ്റ്റീരിയർ കോഡ്. ഇനി ബ്രാഞ്ചസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റൂട്ടിൽ 2 ബ്രാഞ്ചസ് ആയിരിക്കും ഉണ്ടാകുക. ലോങ് തൊറാസിക് നെർവ് അതിന്റെ നെർവ് വാല്യൂ C5 C6 C7 അറേസ് ചെയ്യുന്ന ലോങ് തൊറാസിക് നെർവ്. ദെൻ ഡോർസൽ സ്കാപ്പുലർ നെർവ് അത് C5 എന്ന് അറേസ് ചെയ്യുന്നു. ദെൻ ട്രങ്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ അപ്പർ ട്രങ്കിൽ നിന്ന് മാത്രമേ ബ്രാഞ്ചസ് അറേസ് ചെയ്യുന്നുള്ളൂ. മിഡിൽ ആൻഡ് ലോവർ ട്രങ്കിൽ നിന്ന് ബ്രാഞ്ചസ് ഇല്ല. അപ്പർ ട്രങ്കിൽ നിന്ന് 2 ബ്രാഞ്ചസ് ആയിരിക്കും അറേസ് ചെയ്യുന്നത്. സുപ്രാ സ്കാപ്പുലർ നെർവ് ആൻഡ് നെർവ് ടു സബ്ക്ലേവിയൻ. അപ്പൊ അതിന്റെ നെർവ് വാല്യൂ നോക്കണമെങ്കിൽ നമുക്ക് ഇത്ര നോക്കിയാൽ മതി. അപ്പർ ട്രങ്ക് എങ്ങനെയാ ഫോം ചെയ്തത്? C5 C6 joins together and form the upper trunk. So ഇത് 2 നെർവിന്റെയും നെർവ് വാല്യൂ C5 C6 ആയിരിക്കും. ദെൻ ഇനി എന്താ? കോഡ്സിനായിരിക്കും ഇനി അടുത്ത ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുക. സോ കോഡ്സിൽ നിന്നുള്ള ബ്രാഞ്ചസ് നോക്കുവാണെങ്കിൽ ബ്രാഞ്ചസ് ഫ്രം ദ ലാറ്ററൽ കോഡ്. ലാറ്ററൽ കോഡിൽ നിന്നുള്ള ബ്രാഞ്ചസ് ലാറ്ററൽ പെക്ടറൽ, മസ്കുലോ ക്യൂട്ടേനിയസ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. അപ്പൊ ലാറ്ററൽ കോഡ് എങ്ങനെ ഉണ്ടായത്? ലാറ്ററൽ കോഡ് ജോയിൻസ് എങ്ങനെ ഉണ്ടായത്? വെൻട്രൽ ഡിവിഷൻ ഓഫ് ദ അപ്പർ ആൻഡ് മിഡിൽ. ഡിവിഷൻ ഓഫ് അപ്പർ ആൻഡ് മിഡിൽ ജോയിൻ ചെയ്തിട്ടായിരിക്കും ലാറ്ററൽ കോഡ് ഉണ്ടായത് അല്ലെ? സോ അപ്പർ ആൻഡ് മിഡിലിന്റെ നെർവ് ഏതൊക്കെയായിരിക്കും? C5 C6 C7. സോ ഈ 3 നെർവ്സിന്റെയും നെർവ് വാല്യൂ നോക്കുകയാണെങ്കിൽ C5 C6 C7 തന്നെ ആയിരിക്കും. LML, ലാറ്ററൽ പെക്ടറൽ, മസ്കുലോ ക്യൂട്ടേനിയസ്, ലാറ്ററൽ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്. ഇനി അടുത്ത മീഡിയൽ കോഡിലേക്ക് വരാണ്. മീഡിയൽ കോഡ് എങ്ങനെ ഉണ്ടായത്? മീഡിയൽ കോഡ് വെൻട്രൽ ഡിവിഷൻ ഓഫ് ദ ലോവർ ട്രങ്ക് ആയിരിക്കും. സോ അവിടെ ഏതായിരിക്കും? C8 T1 ആയിരിക്കും. അവിടെ 5 നെർവ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. മീഡിയൽ പെക്ടറൽ, മീഡിയൻ റൂട്ട് ഓഫ് മീഡിയൻ നെർവ്, മീഡിയൻ ക്യൂട്ടേനിയസ് നെർവ് ഓഫ് ആം,
median cutaneous nerve of forearm, and ulnar nerve. ഇനി പോസ്റ്റീരിയർ കോഡ് നോക്കുവാണെങ്കിൽ പോസ്റ്റീരിയർ കോഡിൽ അൾട്ര നോക്കാം നമുക്ക്. അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ, തൊറാക്കോഡോസൽ, ആക്സിലറി ആൻഡ് റേഡിയൽ. ഇതിൽ അപ്പർ സബ്സ്കാപ്പുലാറും ലോവർ സബ്സ്കാപ്പുലാറും ആക്സിലറിയുടെയും നെർവ് വാല്യൂ നോക്കുവാണെങ്കിൽ C5 C6 ആയിരിക്കും. തൊറാക്കോഡോസൽ ഈസ് C6 C7 C8, വൈൽ റേഡിയൽ നമുക്ക് ബ്രേക്കൽ പ്ലക്സസിന്റെ എല്ലാം പറയാം, C5 C6 C7 C8 ആൻഡ് T1. സോ ഇത്രയായിരിക്കും ബ്രാഞ്ചസ് ഓഫ് ബ്രേക്കൽ പ്ലക്സസ്. ക്ലിയർ ആയോ? Okay. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും PPT-യിലുണ്ട്. അത് റൂട്ട്സിന്റെ പറഞ്ഞു, പ്രീഫിക്സ് പോസ്റ്റ്ഫിക്സ്ഡ്, then trunks, upper trunk, middle trunk, lower trunk എങ്ങനെയായിരിക്കും ജോയിന്റ് C5 C6 ജോയിൻ ചെയ്ത് അപ്പർ ട്രങ്ക്, C7 മിഡിൽ ട്രങ്ക്, C8 T1 ജോയിൻ ചെയ്ത് ലോവർ ട്രങ്ക്. ഇനി ആ ട്രങ്ക് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഡോർസൽ ആൻഡ് വെൻട്രൽ. ആ ഡിവിഷൻസ് ജോയിൻ ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാകുന്നത്? കോഡ്സ് ഉണ്ടാകുന്നത്. കോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വെൻട്രൽ ഡിവിഷൻ ഓഫ് അപ്പർ ആൻഡ് മിഡിൽ ട്രങ്ക് ജോയിൻ ചെയ്തിട്ട് എന്ത് കോഡ് ഉണ്ടായി? ലാറ്ററൽ കോഡ്. വെൻട്രൽ ഡിവിഷൻ ഓഫ് ലോവർ ട്രങ്കിൽ നിന്ന് മീഡിയൽ കോഡും, മൂന്നിന്റെയും ഡോർസൽ ഡിവിഷൻ ജോയിൻ ചെയ്തിട്ട് പോസ്റ്റീരിയർ കോഡ് ഉണ്ടായി. ദെൻ ദ ബ്രാഞ്ചസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ ഈ നമ്മൾ 3 കോഡ്സ് പറഞ്ഞില്ലേ, പോസ്റ്റീരിയർ കോഡ്, മീഡിയൽ കോഡ്, ലാറ്ററൽ കോഡ്. സോ ഇതിനകത്ത് പോസ്റ്റീരിയർ കോഡ് വന്നിട്ട് എന്തിനു സപ്ലൈ നോക്കിയാൽ പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ലിംബിനെ സപ്ലൈ ചെയ്യും പോസ്റ്റീരിയർ കോഡ്, വൈൽ ദ ലാറ്ററൽ ആൻഡ് മീഡിയൽ കോഡ് എന്തിനെ സപ്ലൈ ചെയ്യും? ആന്റീരിയർലി പ്ലേസ്ഡ് ആയിരിക്കും. സോ ഇറ്റ് സപ്ലൈ ദ ആന്റീരിയർ കമ്പാർട്ട്മെന്റ് ഓഫ് ദ upper limb. So posterior cord supplies the posterior compartment, while the medial and lateral cord supplies the anterior compartment of the upper limb ആയിരിക്കും. Then അതിന്റെ ക്ലിനിക്കൽ അനാറ്റമി നോക്കുവാണെങ്കിൽ എർബ്സ് പാരാലിസിസ് ഉണ്ട്, ക്ലംകീസ് പാരാലിസിസ് ഉണ്ടായിരിക്കും. എർബ്സ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് പഠിക്കാനാണ്. എർബ്സ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ എർബ്സ് പോയിന്റ് അപ്പർ ട്രങ്കിലുള്ള ഒരു പോയിന്റ് ആണ് എർബ്സ് പോയിന്റ്. സോ അവിടെ എന്തെങ്കിലും അപ്പർ ട്രങ്കിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കും ഈ എർബ്സ് പാരാലിസിസ്. എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? അതിന്റെ കോസസ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ അൺഡ്യൂ സെപ്പറേഷൻ ഓഫ് ഹെഡ് ഫ്രം ഷോൾഡർ. ഹെഡ് ഷോൾഡറിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നത് എപ്പോഴൊക്കെ? ഒന്നെങ്കിൽ ഷോൾഡറിൽ ഒരു ഫോൾ ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ ബർത്ത് ഇഞ്ചുറി, അല്ലെങ്കിൽ ഡ്യൂറിങ് അനസ്തീഷ്യ. ഇങ്ങനെയായിരിക്കും ആ ഇഞ്ചുറി ഉണ്ടാകുന്നത്. അവിടെ നെർവ് റൂട്ട് മെയിൻലി അഫക്റ്റഡ്, അത് നെർവ് റൂട്ട് അഫക്റ്റഡ് മെയിൻലി C5 ആയിരിക്കും, പാർഷ്യലി C6 ആയിരിക്കും. അപ്പർ ട്രിങ്കിന്റെ നെർവ് റൂട്ട് ഏതൊക്കെയായിരിക്കും? അപ്പർ ട്രിങ്ക് എങ്ങനെയായിരിക്കും ഉണ്ടായത്? C5 C6 ജോയിൻ ചെയ്തിട്ടല്ലേ. സോ അവിടെ മെയിൻലി അഫക്ട് ചെയ്യുന്നത് C5ഉം പാർഷ്യലി C6 ആയിരിക്കും അഫക്റ്റഡ്. അവിടുത്തെ ഡീഫോമിറ്റി, എർബ്സ് പാരാലിസിസിലെ ഡീഫോമിറ്റിനെ പറയുന്നതാണ് പോലീസ്മാൻ ടിപ്പ് ഹാൻഡ് ഓർ പോട്ടേഴ്സ് ടിപ്പ് ഹാൻഡ്. സോ അതായിരിക്കും എർബ്സ് പാരാലിസിസ്. സോ അപ്പർ ട്രങ്കിലുള്ള ഒരു പോയിന്റ് ആണ് എർബ്സ് പോയിന്റ്. അവിടെ എന്തെങ്കിലും അപ്പർ ട്രങ്കിന്റെ ഇഞ്ചുറി ഉണ്ടാകുമ്പോഴത്തേക്കായിരിക്കും എന്തുണ്ടാകുന്നത്? എർബ്സ് പാരാലിസിസ് ഉണ്ടാകുന്നത്. ഒരു അൺഡ്യൂ സെപ്പറേഷൻ ഓഫ് ഹെഡ് ഫ്രം ദ ഷോൾഡർ. ഷോൾഡറിൽ നിന്ന് ഹെഡ് ഒരു സെപ്പറേഷൻ ഉണ്ടാകും. എപ്പം? ഹെഡ് ഇഞ്ചുറിയിൽ, അല്ലെങ്കിൽ ഒരു ഫോൾ ഓൺ ഷോൾഡറിൽ, അല്ലെങ്കിൽ ഡ്യൂറിങ് അനസ്തീഷ്യ ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ആയിരിക്കും എർബ്സ് പാരാലിസിസ് ഉണ്ടാകുന്നത്. And the nerve root mainly injured ഏതൊക്കെ ആയിരിക്കും? C5 and C6 ആയിരിക്കും. And the deformity in erbs paralysis is policeman tip hand or potter's tip hand. Then clunky's paralysis എന്താന്ന് വെച്ചാല് ഇതിപ്പം അപ്പർ ട്രങ്കിന് ഇഞ്ചുറി ഉണ്ടായപ്പം എർബ്സ് പാരാലിസിസ് ഉണ്ടായി. സോ ലോവർ ട്രങ്കിന് ഇഞ്ചുറി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുന്നതായിരിക്കും ക്ലംകീസ് പാരാലിസിസ്.
സോ അപ്പർ ട്രങ്ക് നമ്മൾ പറഞ്ഞു C5 ആയിരിക്കും മെയിൻലി എഫക്റ്റഡ്, C6 പാർഷ്യലി. കാര്യം അപ്പർ ട്രങ്ക് ജോയിൻസ് ടുഗദർ ബൈ C5 C6 ജോയിൻ ചെയ്തിട്ടായിരിക്കും അപ്പർ ട്രങ്ക് ഉണ്ടാകുക. ലോവർ ട്രങ്ക് എങ്ങനെയായിരിക്കും? C8T1 അത് ജോയിൻ ചെയ്തിട്ടായിരിക്കും ലോവർ ട്രങ്ക് ഉണ്ടാകുക അല്ലെ. സോ നെർവ് റൂട്ട് ഏതായിരിക്കും അഫക്റ്റഡ്? മെയിൻലി T1, പാർഷ്യലി C8 ആയിരിക്കും. ഇവിടുത്തെ ഡീഫോമിറ്റി എന്തായിരിക്കും? ക്ലോ ഹാൻഡ് ആയിരിക്കും. ക്ലംകി പാരാലിസിസിലെ ഡീഫോമിറ്റി ഈസ് ക്ലോ ഹാൻഡ്. Then ഇഞ്ചുറി ടു ലോങ് തൊറാസിക് നെർവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ വിങ്ങിങ് ഓഫ് സ്കാപ്പുല. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇനി ഇഞ്ചുറി ടു ലാറ്ററൽ ആൻഡ് മീഡിയൽ കോഡ് ഉണ്ടാകുന്നത് എപ്പോഴും ഡിസ്ലൊക്കേഷൻ ഓഫ് ഹ്യൂമറസിലായിരിക്കും ഇഞ്ചുറി ടു ലാറ്ററൽ ആൻഡ് മീഡിയൽ കോഡ് ഉണ്ടാകുന്നത്. ഇഞ്ചുറി ടു മീഡിയൽ കോഡ് വിൽ റിസൾട്ട് ഇൻ ക്ലോ ഹാൻഡ്. ആൻഡ് സാറ്റർഡേ നൈറ്റ് പാൽസി പാരാലിസിസ് ഓഫ് റേഡിയൽ നെർവ് ആയിരിക്കും സാറ്റർഡേ നൈറ്റ് പാൽസി എന്ന് പറയുന്നത്. സോ ഇത് ക്ലിനിക്കൽ അനാറ്റമി നോക്കുകയാണെങ്കിൽ എർബ്സ് പാരാലിസിസ്, ക്ലംകീസ് പാരാലിസിസ്, ദെൻ ലോങ് തൊറാസിക് നെർവിന് ഇഞ്ചുറി ഉണ്ടായാൽ വിങ്ങിങ് ഓഫ് സ്കാപ്പുല, ലാറ്ററൽ ആൻഡ് മീഡിയൽ കോഡിന് ഉണ്ടാകുന്ന ഇഞ്ചുറി ഡ്യൂ ടു ഡിസ്ലൊക്കേഷൻ ഓഫ് ഹ്യൂമറസ് ആയിരിക്കും. മീഡിയൽ കോഡിന്റെ മീഡിയൽ കോഡിന് ഇഞ്ചുറി ഉണ്ടാകുകയാണെങ്കിൽ ക്ലോ ഹാൻഡ്സ് ഉണ്ടാകാം. സാറ്റർഡേ നൈറ്റ് പാൽസി എപ്പോൾ ഉണ്ടാകും? റേഡിയൽ നെർവ് പാരാലിസിസ് കാരണമായിരിക്കും സാറ്റർഡേ നൈറ്റ് പാൽസി ഉണ്ടാകുന്നത്. സോ ഇത്രയാണ് പെക്ടറൽ റീജിയൻ ആൻഡ് ആക്സില. ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. പെക്ടറൽ റീജിയൻ നമ്മൾ പറഞ്ഞു കുറച്ച് ലാൻഡ് മാർക്സ് മാത്രമാണ് നമ്മൾ പെക്ടറൽ റീജിയനിൽ പഠിച്ചത്. ജുഗുലാർ നോച്ച് എവിടെ കാണും? നമ്മുടെ രണ്ട് ക്ലാവിക്കളിന്റെ ഇടയിൽ കാണും. സ്റ്റേർണൽ ആംഗിൾ അവിടെ നിന്ന് ഒരു 5 സെന്റിമീറ്റർ താഴേക്ക് ഉണ്ടാകുന്നതായിരിക്കും. എന്തായിരിക്കും ഇത്? മാനുബ്രിയോ സ്റ്റേർണൽ ജോയിന്റിന്റെ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേർണൽ ആംഗിൾ എന്ന് പറഞ്ഞത്. റിബ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ് വിൽ ഹെൽപ്പ് us. Then epigastric fossa and intraclavicular fossa, it is also called as deltopectoral triangle. So deltopectoral എന്ന പേര് medially pectoral, laterally deltoid and superiorly by the clavicle ആയിരിക്കും. Then axillയുടെ ബൗണ്ടറീസ് പറഞ്ഞു. ആന്റീരിയർലി നമ്മൾ ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ആന്റീരിയർലി ബൈ pectoralis major, posteriorly by latissimus dorsi and teres major. Medially upper 4 ribsum അതിനെ കവർ ചെയ്തിട്ട് സെറാട്ടസ് ആന്റീരിയറും, ലാറ്ററലി അപ്പർ പാർട്ട് ഓഫ് ദ ഹ്യൂമറസ് അല്ലെങ്കിൽ അപ്പർ പാർട്ട് ഓഫ് ദ ഹ്യൂമറസ് അതിനെ കവർ ചെയ്തിട്ട് എന്തായിരിക്കും? ബൈസെപ്സ് ആൻഡ് കൊറാക്കോ ബ്രേക്കിയാലിസ്. അപ്പെക്സ് നോക്കുകയാണെങ്കിൽ അപ്പെക്സ് എവിടെ എന്തൊക്കെയായിരിക്കും ഉള്ളത്? ഫസ്റ്റ് റിബ്, ക്ലാവിക്കുലർ സ്കാപ്പുല. ബേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ സ്കിൻ, സൂപ്പർഫിഷ്യൽ ആൻഡ് ആക്സിലറി ഫേഷ്യ. ദെൻ ഏറ്റവും സെൻട്രൽ സ്ട്രക്ചർ ഓഫ് ആക്സില എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറി ആർട്ടറി ആയിരിക്കും. ആക്സിലറി വെയിൻ ത്രോംബോസിസ് എപ്പോഴായിരിക്കും? പ്രൊലോങ്ഡ് അബ്ഡക്ഷൻ ലൈക്ക് പെയിന്റിംഗ് ഓഫ് എ സീലിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും ആക്സിലറി വെയിൻ ത്രോംബോസിസ് ഉണ്ടാകുന്നത്. ദെൻ ബ്രസ്റ്റ് നമ്മൾ പറഞ്ഞു മോഡിഫൈഡ് വെറ്റ് ഗ്ലാൻഡ് ആയിരിക്കും. എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ എക്സ്റ്റെൻഡ് ഫ്രം ദ ആക്സിലർ ടു ഗ്രോയിൻ 4th വീക്ക് ഓഫ് ഇൻട്രായൂട്ടർ ലൈഫിൽ ഉണ്ടാകും. ക്വാഡ്രൻസ് അപ്പർ മീഡിയൽ അപ്പർ ലാറ്ററൽ, ലോവർ മീഡിയൽ ലോവർ ലാറ്ററൽ. അതിന്റെ ആക്സിലറി ടെയിൽ ഓഫ് സ്പെൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ സ്ട്രക്ചേഴ്സ് സ്കിൻ, പാരങ്കൈമ, സ്ട്രോമ. സ്കിന്നിനകത്ത് നിപ്പിൾസ് ആൻഡ് ഏരിയുള്ള അതിനകത്ത് റേസ്റ്റ് ട്യൂബർക്കുലർ ഓഫ് മോണ്ടോമറി വരും. പാരങ്കൈമ ഇറ്റ് ഇസ് എ സെക്രേറ്റിംഗ് പാർട്ട് ഓഫ് ദ ഗ്ലാൻഡുലർ പാർട്ട് ആയിരിക്കും. സ്റ്റോമയ്ക്കകത്ത് ഫൈബ്രസ് സ്റ്റോമ ആയിരിക്കും എന്ത്? സസ്പെൻസറി ലിഗമെന്റ് ഓഫ് കൂപ്പർ ഫോം ചെയ്യുന്നത്, വിച്ച് അറ്റാച്ച് ടു ദ പെക്ടറൽ ഫേഷ്യ. ലിംഫാറ്റിക് ഡ്രെയിനേജ് ഏറ്റവും കൂടുതൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആക്സിലറി നോഡ്സിലോട്ടായിരിക്കും. ദെൻ ലിംഫാറ്റിക് വെസൽസ് നോക്കുകയാണെങ്കിൽ സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ് ഉണ്ടായിരിക്കും. സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക് ഡ്രെയിനേജിന്റെ ഒബ്സ്ട്രക്ഷൻ ബൈ ക്യാൻസർ സെൽസ് ആയിരിക്കും പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ കുറെ ടേംസ് ഡിസ്കസ് ചെയ്തു, എമാസ്റ്റേരിയ എത്തീരിയ അതിനെ പറ്റിയിട്ട്. ദെൻ ഹോമൻ മെക്കിന്റെ കമ്പോസിഷൻ, ദെൻ വിച്ച് മിൽക്ക്, ദെൻ ദ ബ്രേക്കിയൽ പ്ലെക്സസ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇതായിരിക്കും എർബ്സ് പാരാലിസിസ് എന്ന് പറയുന്നത്. പറഞ്ഞില്ലേ പോട്ടേഴ്സ് ഓർ പോലീസ്മാൻ ടിപ്സ് ഹാൻഡ് അല്ലെങ്കിൽ പോട്ടേഴ്സ് ഹാൻഡ് എന്ന് പറയുന്നത് ഇതിനായിരിക്കും. ഇതെന്തായിരിക്കും? എർബ്സ് പാരാലിസിസ്. എർബ്സ് പോയിന്റിന്റെ അപ്പർ ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കും എർബ്സ് പാരാലിസിസ്. ഈ ഡിഫോമിറ്റി പറയുന്നത് പോലീസ്മാൻ ടിപ്പ് ഹാൻഡ് അല്ലെങ്കിൽ പോട്ടേഴ്സ് ടിപ്പ് ഹാൻഡ് എന്നായിരിക്കും. ആൻഡ് ക്ലെംകീസ് പാരാലിസിസ് ആയിട്ട് എന്ത് പറ്റുന്നു? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇഞ്ചുറി ടു ദ ലോവർ ട്രങ്ക് ആയിരിക്കും. അവിടെ ഉണ്ടാകുന്നതായിരിക്കും കംപ്ലീറ്റ് ക്ലോ ഹാൻഡ്. അതായിരിക്കും ഇത്.
പോസ്റ്റീരിയർ കോഡിന്റെ ബ്രാഞ്ചസ് അല്ലെ. പോസ്റ്റീരിയർ കോഡിന്റെ ബ്രാഞ്ചസ് നമുക്ക് അൾട്ര എന്ന് വെച്ചിട്ട് പറയാം. പോസ്റ്റീരിയർ കോഡിന്റെ ബ്രാഞ്ചസ് അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ, നെർവ് ടു ലാറ്റിസ്മസ് ഡോസ്, ഇതാണ് തൊറാക്കോ ഡോസൽ എന്ന് പറയുന്നത്. ആക്സിലറി ആൻഡ് റേഡിയൽ, അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ, തൊറാക്കോ ഡോസൽ, ആക്സിലറി ആൻഡ് റേഡിയൽ. സോ അപ്പർ സബ്സ്കാപ്പുലർ, ലോവർ സബ്സ്കാപ്പുലർ ആൻഡ് ആക്സിലറി, അതിന്റെ നെർവ് വാല്യൂ C5 C6 ആയിരിക്കും. തൊറാക്കോ ഡോസലിൻ്റെത് C6 C7 C8ഉം റേഡിയലിൻ്റെത് നമ്മള് ബ്രേക്കിയൽ പ്ലക്സസിന്റെ ഫുൾ വരും, C5 C6 C7 C8 ആൻഡ് T1. സാറ്റർഡേ നൈറ്റ് പാൾസി എന്ന് പറയുന്നത് റേഡിയൽ നെർവിന്റെ പാരാലിസിസിനായിരിക്കും സാറ്റർഡേ നൈറ്റ് പാൾസി എന്ന് പറയുന്നത്. So that's for today, sir.